ഹലോ വെൽക്കം ടു എഡ്രീം ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ബ്ലോക്ക് 1, എ ടൈഗർ ഫോർ മാൽഗുഡി. ആൻഡ് ദിസ് നോവൽ ഈസ് റിട്ടൺ ബൈ R.K. Nara. Okay, first of all, we have to know about the three significant novelists of India. ഇന്ത്യയിലെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 3 നോവലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മുൽക്ക് രാജ് ആനന്ദ്. മുൽക്ക് രാജ് ആനന്ദിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത്. നോക്കാം, നോവലിസ്റ്റ് വിത്ത് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ള ഒരു നോവലിസ്റ്റാണ് ആര്? മുൽക്ക് രാജ് ആനന്ദ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ നോവലിസ്റ്റ് വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം നോക്കാം. ലവ് ഫോർ വർക്കിംഗ് പീപ്പിൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതൊരു നോവൽ എടുത്ത് നോക്കിയാലും, അൺടച്ചബിൾ ആണെങ്കിലും കൂലിയാണെങ്കിലും പ്ലാന്റേഷൻ വർക്കേഴ്സ്, ഈ നോവലുകൾ ഏതെടുത്താലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ലവ് ഫോർ വർക്കിംഗ് പീപ്പിൾ, അതായത് വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള സൊസൈറ്റിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരോട് ഒരു സ്നേഹം, അവരോടൊരു സിമ്പതി ആരുടെ നോവലുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്? മുൽക്ക് രാജ് ആനന്ദിൻ്റെ നോവൽസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ നോക്കാം, ഹിസ് പ്രൊട്ടാഗണിസ്റ്റ്സ് സ്വീപ്പേഴ്സ്, കൂലി, പ്ലാന്റേഷൻ വർക്കേഴ്സ് എക്സെട്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലുകളിലെയൊക്കെ പ്രൊട്ടാഗണിസ്റ്റുകൾ, മെയിൻ ക്യാരക്ടേഴ്സ് ആരാണ്? കൂലീസ്, അതുപോലെ തന്നെ സ്വീപ്പേഴ്സ്, പ്ലാന്റേഷൻ വർക്കേഴ്സ്, ഇതുപോലെയുള്ള ദ അൺട്രോഡൻ പീപ്പിൾ ഓഫ് സൊസൈറ്റി. ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെയാണ് ഇദ്ദേഹം എന്തായിട്ട് കരുതുന്നത്? അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ പ്രൊട്ടാഗണിസ്റ്റുകളായിട്ട് കരുതുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്തായിട്ട് അറിയപ്പെടുന്നത്? നോവലിസ്റ്റ് വിത്ത് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ സ്റ്റോറി കഥയാക്കുന്നതിലൂടെ അവരോട് ഈ റീഡേഴ്സിനും എന്ത് തോന്നുന്നുണ്ട്? ഒരു സിമ്പതി തോന്നുന്നുണ്ട്. നോക്കാം, ന്യൂ ഫിനോമിനൻ ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഒരു അത്രയും താഴെത്തട്ടിലുള്ള ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളെ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് എ ന്യൂ ഫിനോമിനൻ ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഒരു പുതിയ ഫിനോമിനൻ ആയിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. കാരണം നമ്മൾ ഏതൊരു സ്റ്റോറി എടുക്കുകയാണെങ്കിലും അതിലൊക്കെ പ്രൊട്ടാഗണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകളായിരിക്കും, ഹൈ സ്റ്റാറ്റസിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അത്രയും ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളാണ്. ഇവർക്കൊന്നും പറയത്തക്ക എന്തുണ്ടായിരിക്കില്ല, ഹീറോയിസം ഉണ്ടായിരിക്കില്ല, കറേജ് ഉണ്ടായിരിക്കില്ല. അവരൊക്കെ അത്രമാത്രം ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ അവരെ ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആക്കുക എന്നുള്ളത് എന്തായിരുന്നു? ഇറ്റ് വാസ് എ ന്യൂ ഫിനോമിനൻ ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. അതെ, നോക്കാം, അൺടച്ചബിൾ വാസ് പബ്ലിഷ്ഡ് ഇൻ 1935. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് അൺടച്ചബിൾ. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1935. 1935 അൺടച്ചബിൾ എന്ന് പറയുന്ന നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഇൻ എ ഔട്ട്കാസ്റ്റ് കോളനി, ഇറ്റ് ഈസ് ദ സിംഗിൾ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ബഗ്ഗ. അപ്പോൾ അൺടച്ചബിൾ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിലെ, ഈ ഒരു നോവലിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ് ആരാണ്? ബഗ്ഗ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയാണ്. ഹി വാസ് ലിവിങ് ഇൻ ആൻ ഔട്ട്കാസ്റ്റ് കോളനി. ഒരു ഔട്ട്കാസ്റ്റ് കോളനി, ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ, അതായത് അത്രയും താഴെ തട്ടിലുള്ള ആളുകൾ അവരെ കാണുന്നത് പോലും ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് ആളുകൾ കണക്കാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, ഔട്ട്കാസ്റ്റ് കോളനിയിൽ താമസിക്കുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അവരെ ഒരു ഹ്യൂമൻ ബീങ്സ് ആയിട്ട് പോലും സൊസൈറ്റി റിഗാർഡ് ചെയ്തിരുന്നില്ല, ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സൊസൈറ്റിയിൽ നിന്നുമുള്ള ഒരു ക്യാരക്ടറാണ് ആര്? ബഗ്ഗ. ആൻഡ് ഹി ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ നോവൽ അൺടച്ചബിൾ. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ്, അൺടച്ചബിൾ എന്ന് പറയുന്ന നോവലിലെ പ്രൊട്ടാഗണിസ്റ്റ്. ദെൻ നോക്കാം, റീഡേഴ്സ് റിയലൈസ് ദ പെയിൻഫുൾ ലൈഫ് ഓഫ് ദ ഡൗൺ ട്രോഡൻ. അപ്പോൾ ഈ ഒരു അൺടച്ചബിൾസ് എന്ന് പറയുന്ന ഈ ഒരു നോവൽ വായിക്കുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റിയലൈസ് ദ
പെയിൻഫുൾ ലൈഫ് ഓഫ് ഡൗൺ ട്രോഡൻ, ആ ഒരു ഏറ്റവും താഴെത്തട്ടിൽ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആളുകളുടെ പെയിൻഫുൾ ലൈഫ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരത്രമാത്രം ഹെൽപ്ലെസ് ആണ്, എല്ലാവരാലും എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ എന്താണ് ക്രൂവൽറ്റിയും ഒക്കെ ഫേസ് ചെയ്യുന്ന ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആളുകളുടെ പെയിൻഫുൾ ലൈഫ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരിലൂടെയാണ്? മുൽക്രാജ് ആനന്ദിൻ്റെ നോവൽസിലൂടെയാണ്. ദെൻ ഹിസ് ക്യാരക്ടേഴ്സ് ആർ വിക്ടിംസ് ഓഫ് ക്രൂവൽറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൽക്രാജ് ആനന്ദിൻ്റെ സ്റ്റോറീസിലെ ക്യാരക്ടേഴ്സ് എന്താണ്? അവർ വിക്ടിംസ് ഓഫ് ക്രൂവൽറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, മറ്റുള്ളവരാലുള്ള ക്രൂവൽറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരാലുള്ള എക്സ്പ്ലോയിറ്റേഷനും എന്നും രാവിലെ മുതൽ എന്താണ് അവർ ഉറങ്ങുന്നത് വരെ എന്താണ് ഡെയിലി അവർ ഇത്തരത്തിലുള്ള ക്രൂവൽറ്റീസും എക്സ്പ്ലോയിറ്റേഷൻസും ഫേസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് ആരുടെ നോവൽസിൽ കാണുന്നത്? മുൽക്രാജ് ആനന്ദിൻ്റെ നോവൽസിൽ കാണുന്നത്. അപ്പോൾ മുൽക്രാജ് ആനന്ദിനെ കുറിച്ചിട്ട് ഇത്രയും ഒരു അവയർനെസ് ഉണ്ടാവുക. ദെൻ the second significant novelist is R.K. നാരായൺ. നമ്മൾ എല്ലാവരും എന്താണ് R.K. നാരായണൻ്റെ ഒരു ബുക്കെങ്കിലും വായിക്കാത്തവർ ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ R.K. നാരായണനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഹിസ് റൈറ്റിംഗ്സ് മോസ്റ്റ്ലി അദ്ദേഹം ഏത് രീതിയിലാണ് എഴുതുന്നത്? കോമിക് എന്ന് പറയുന്ന ആ ഒരു സ്ഫിയറിലാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് വരുന്നത്. ഫിലോസഫിക്കൽ സൈഡ്, ദ ഇന്ത്യൻ വേൾഡ് വ്യൂ ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദം. അപ്പോൾ ഇത് കോമിക് ആണെങ്കിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു ഇന്ത്യൻ വേൾഡ് വ്യൂ ഓഫ് റിഫ്ലക്റ്റഡ് ഇൻ ദം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് അധികവും കോമിക് ആയിരിക്കും, പക്ഷേ അതിൽ ആ ഒരു കോമിക്സിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ആൻഡ് ഇന്ത്യൻ വേൾഡ് വ്യൂ, ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളുടെ വേൾഡ് വ്യൂ ആരുടെ നോവൽസിൽ നമുക്ക് ഷോർട്ട് സ്റ്റോറീസ്, ഇദ്ദേഹത്തിൻ്റെ നോവൽസും ഷോർട്ട് സ്റ്റോറീസും അപ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് സെറ്റ് ഇൻ ആൻ ഇമാജിനേറ്റീവ് ടൗൺ ഓഫ് മാൽഗുഡി. അപ്പോൾ R.K. നാരായൺ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ എത്തുന്ന ഒരു വേർഡ് കൂടിയുണ്ട്, മാൽഗുഡി എന്താണ്? ഇറ്റ് ഈസ് എ ഫിക്ഷണൽ ടൗൺ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് അധികവും മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസും നോവൽസും അതിലെ അധികവും എന്താണ്? അതിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? മാൽഗുഡി എന്ന് പറയുന്ന ടൗണാണ്. അതൊരു റിയൽ ടൗൺ അല്ല, ഇറ്റ് ഈസ് എ ഫിക്ഷണൽ ടൗൺ. ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫിക്ഷണലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൗൺ ആണ് മാൽഗുഡി. അപ്പോൾ അവിടെയാണ്, മാൽഗുഡിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ഹാപ്പൻ. ദെൻ മാൽഗുഡി റിഫ്ലക്ഷൻ ഓഫ് ആൻ ഇന്ത്യൻ സൊസൈറ്റി വിത്ത് എ വെറൈറ്റി ഓഫ് കൾച്ചേഴ്സ്, സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് വാല്യൂസ്. അപ്പോൾ മാൽഗുഡി എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരു ഇന്ത്യൻ സൊസൈറ്റിയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ വാല്യൂസ്, ഇന്ത്യൻ സൂപ്പർസ്റ്റിഷൻസ്, ഇതൊക്കെ നമുക്ക് എന്തിൽ കാണാം? ഈ ഒരു മാൽഗുഡി എന്ന് പറയുന്ന ആ ഒരു ടൗണിലുള്ള ആ ഒരു ക്യാരക്ടേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യൻ വേൾഡ് വ്യൂ. ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് കോമിക് ആണെങ്കിലും നമ്മൾ എന്തായിട്ടും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വേൾഡ് വ്യൂ ഓഫ് ഇന്ത്യൻ വേൾഡ് വ്യൂ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ തേർഡ് സിഗ്നിഫിക്കൻറ്റ് റൈറ്റർ ഈസ് രാജാറാവ്. രാജാറാവിൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലുകൾ മനസ്സിലാക്കുക. കാന്തപുര, ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് നോവൽ. രാജാറാവിൻ്റെ ഫസ്റ്റ് നോവലാണ് കാന്തപുര. ആൻഡ് ഇറ്റ് ബ്രിങ് ഔട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ഗാന്ധി ആൻഡ് ഹിസ് ഐഡിയാസ് ഓൺ എ സ്മോൾ മൈസൂർ വില്ലേജ്. അപ്പോൾ കാന്തപുര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇമ്പാക്റ്റ് ഓഫ് ഗാന്ധി ഓൺ എ സ്മോൾ മൈസൂർ വില്ലേജ്. മൈസൂരിലുള്ള ഒരു ചെറിയ വില്ലേജിൽ ഗാന്ധിജിയുടെ ഇമ്പാക്റ്റ് ആണ് ഏതിൽ പറയുന്നത്? കാന്തപുര എന്ന് പറയുന്ന നോവലിൽ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്താണ്? ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്, നമ്മളുടെ ഫ്രീഡം സ്ട്രഗിളൊക്കെ ഏതിൽ പറയുന്നുണ്ട്? ഇദ്ദേഹത്തിൻ്റെ നോവൽസിൽ പറയുന്നുണ്ട്. ഇറ്റ്സ് എ വർക്ക് ഓഫ് റിയലിസം ഇൻ ഫിക്ഷൻ. അപ്പോൾ ഇത് എന്താണ്? ഒരു ഫിക്ഷനും റിയലിസവും കൂടെ എന്താണ് മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു നോവലാണ് കാന്തപുര. It includes a few events of history like the Salt March of Gandhi, his Satyagraha, etc. അപ്പോൾ ഇതിൽ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നുള്ള ചില ഈവൻസ് നമുക്ക് ഈ ഒരു കാന്തപുര എന്ന് പറയുന്ന നോവലിൽ കാണാൻ സാധിക്കും. ഏതൊക്കെയാണ്? സാൾട്ട് മാർച്ച് ഓഫ് ഗാന്ധിജിയുടെ സാൾട്ട് മാർച്ച്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ, ഇതൊക്കെ നമുക്ക് ഏതിൽ കാണാൻ സാധിക്കുന്നുണ്ട്? കാന്തപുര എന്ന് പറയുന്ന നോവലിൽ
കാണാൻ സാധിക്കുന്നുണ്ട്. Then his next novel is The Serpent and the Rope. അതിലെന്താണ്, it talks about the Indian national movement. Indian national movementനെ കുറിച്ച് പറയുന്ന ഒരു നോവലാണ് ഇത് The Serpent and the Rope. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് The Three Significant Indian Novelists എന്നുള്ള ആ ഒരു പാർട്ടിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കും. പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് നോവലിസ്റ്റുകൾ. അപ്പോൾ അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ 1947, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉള്ള നോവലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഖുഷ്വന്ത് സിംഗിനെയാണ്. ഖുഷ്വന്ത് സിംഗിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു നോവൽ, അത് ആരുടെയാണ്? ഖുഷ്വന്ത് സിംഗിനെയാണ്. അപ്പം നോക്കാം, A Train to Pakistan, most well-known partition novels written by an India. അപ്പോൾ ഇതിൽ പാർട്ടീഷനെ കുറിച്ച് 1947 നമുക്ക് എന്താണ്, ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ എന്ത് കിട്ടുന്നുണ്ട്? ഫ്രീഡം ലഭിക്കുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും എന്താണ്, രണ്ട് രാജ്യങ്ങളായി. അതുവരെ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പാർട്ടീഷനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് ഒരു ഇന്ത്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആര് തന്നെയാണ്? ഖുഷ്വന്ത് സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ എ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന നോവൽ അത് ഫിലിമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ പാർട്ടീഷനെ കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ദെൻ തീം ഓഫ് പാർട്ടീഷൻ, ദ ഹൊറർ ആൻഡ് വയലൻസ്. അപ്പോൾ നമുക്ക് ആ ഒരു നോവലിൽ എ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന നോവലിൽ നമുക്ക് ദ തീം ഓഫ് പാർട്ടീഷൻ, അതിൻ്റെ തീം എന്ന് പറയുന്നത് പാർട്ടീഷനാണ്. അതുപോലെ തന്നെ വയലൻസ് ആൻഡ് ഹൊറർ റിലേറ്റഡ് ടു പാർട്ടീഷൻ. അപ്പോൾ ആ ഒരു പാർട്ടീഷന് കാരണമുണ്ടായിട്ടുള്ള, പാർട്ടീഷൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഹൊറർ, അതുപോലെ തന്നെ വയലൻസ്, മസാക്കേഴ്സ്, ഇതൊക്കെ എന്താണ് ഈ ഒരു നോവലിൽ നമുക്ക് കാണാൻ സാധിക്കും. Then the story is set in Punjab, a fictional village of Mano Mazra, border of Pakistan. അപ്പോൾ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് എ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെ സെറ്റ്, അല്ലെങ്കിൽ അത് എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ്? മനോ മസ്ര എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ടൗണിലാണ്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ പഞ്ചാബിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള, പഞ്ചാബിലുള്ള മനോ മസ്ര എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ടൗണിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ബോർഡർ ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ബോർഡറിലാണ് ഈ ഒരു മനോ മസ്ര എന്ന് പറയുന്ന ഈ ഒരു ഫിക്ഷണൽ ടൗണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിക്ഷണൽ ടൗണിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് എ ട്രെയിൻ ടു പാകിസ്ഥാൻ. കമ്മ്യൂണൽ മസാക്കേഴ്സ് ഒക്കേർഡ് ഇൻ 1947. അപ്പോൾ ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ, ആ ഒരു നോവൽ വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ദ കമ്മ്യൂണൽ മസാക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള സിഖുകാരും, പഞ്ചാബിലുള്ള സിഖ് മതക്കാരും, അതുപോലെ തന്നെ അവിടെയുള്ള മുസ്ലിംസും, അവർ അത്രയും കാലം എന്താണ് നല്ല ഒരു റിലേഷനിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു പാർട്ടീഷൻ വന്നതോട് കൂടിയിട്ട് എന്താണ്, ഇവർ തമ്മിൽ, ഈ ഒരു സിഖുകാരും അതുപോലെ തന്നെ മുസ്ലിംസും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണൽ മസാക്കേഴ്സ് ഏതിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഖുഷ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കുക, സൽമാൻ റുഷ്ദി ആരാണ്? ഹിസ് എ ബ്രിട്ടീഷ് സിറ്റിസൺ. മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആർ സെറ്റ് ഇൻ ഇന്ത്യ. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റോറീസ്, മോസ്റ്റ് ഓഫ് ഹിസ് സ്റ്റോറീസ് ആർ റിലേറ്റഡ് ടു ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആർ റിലേറ്റഡ് ടു ഇന്ത്യ. ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ അധിക നോവൽസുകളും പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം ബ്രിട്ടീഷ് സിറ്റിസൺ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ നോവൽസിൻ്റെയൊക്കെ ആ ഒരു സെറ്റ് എവിടെയാണ്? ഇന്ത്യയായിട്ടാണ് വരുന്നത്. ദെൻ ഹിസ് സ്റ്റൈൽ ഓഫ് നറേഷൻ ഈസ് ബ്ലെൻഡിങ് ഓഫ് മിത്ത് ആൻഡ് ഫാൻറ്റസി വിത്ത് റിയൽ ലൈഫുമായിട്ട് ഫാൻറ്റസിയും മിത്തും തമ്മിലുള്ള ആ ഒരു ബ്ലെൻഡിങ്, അത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നറേറ്റീവ് സ്റ്റൈലായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ഓഫ് മിത്ത് വിത്ത് ഫാൻറ്റസി, മിത്തും ഫാൻറ്റസിയും തമ്മിലുള്ള ആ ഒരു ബ്ലെൻഡിങ് ടു ദ റിയൽ ലൈഫിൽ മിത്തിനെയും ഫാൻറ്റസിയും തമ്മിൽ ബ്ലെൻഡ് ചെയ്യിക്കുന്ന ഒരു നറേറ്റീവ് ടെക്നിക്കാണ് ആര് ഫോളോ ചെയ്യുന്നത്? സൽമാൻ റുഷ്ദി ഫോളോ ചെയ്യുന്നത്. ദ സത്താനിക് വേഴ്സസ്, അദ്ദേഹത്തിൻ്റെ
ഒരു അലിഗോറിക്കൽ നോവലാണ്. അലിഗോറിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു നോവലാണ് ദ സത്താനിക് വേഴ്സസ്. ഇറ്റ് ഹാഡ് പോർഷൻസ് ദാറ്റ് വെർ സാക്രിലീജിയസ്. സാക്രിലീജിയസ് എന്ന് പറയുമ്പോൾ ദൈവനിന്ദാപരമായിട്ടുള്ള, ദൈവത്തിനെ നിന്ദിക്കുന്ന തരത്തിലുള്ള ചില പോർഷൻസ് ഏതിലുണ്ട്, ദ സത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നോവലിലുണ്ട്. അപ്പോൾ സൽമാൻ റുഷ്ദി ഒരു എയ്ത്തിസ്റ്റ് ആണ്, അതായത് നിരീശ്വരവാദിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ, അതായത് നോവൽ എന്ന് പറയുമ്പോൾ ദ സത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺട്രോവേഴ്ഷ്യൽ നോവൽസിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, പോർഷൻസ് ഓഫ് സാക്രിലീജിയസ് ബിലീവ്സ്. അപ്പോൾ സാക്രിലീജിയസ് എന്ന് പറയുമ്പോൾ ദൈവനിന്ദാപരമായിട്ടുള്ള ചില പോർഷൻസ് സാത്താനിക് വേഴ്സസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്താണ്, എൻറേജ്ഡ് ദ സർട്ടൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത് എന്താണ്, ചില ആളുകൾ, ആളുകളെ എന്താണ് രോഷാകുലരാക്കുകയും പിന്നീട് എന്താണ്, ആയത്തുള്ള ഖുമൈനി ഇഷ്യൂഡ് എ ഫത്വ ഇൻ 1989 സെൻറ്റൻസിങ് റുഷ്ദി ടു ഡെത്ത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സാക്രിലീജിയസ് നോവൽ ആയതുകൊണ്ട് തന്നെ, ദൈവനിന്ദാപരമായിട്ടുള്ള നോവൽ ആയതുകൊണ്ട് തന്നെ 1989 ആയത്തുള്ള ഖുമൈനി ഇദ്ദേഹത്തിനെതിരെ ഒരു ഫത്വ പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ എന്താണ് വധിക്കാൻ ആവശ്യപ്പെടുകയും ഓർഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഹി വെൻറ്റ് ഇൻ ടു ഹൈഡിങ്. അപ്പോൾ ഈ ഒരു ഫത്വ പുറപ്പെടുവിച്ചതോട് കൂടിയിട്ട് അദ്ദേഹം എന്താണ്, ഹൈഡിങ്, ഒളിവിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള, സാക്രിലീജിയസ് ആയിട്ടുള്ള ഒരു നോവലായിരുന്നു സത്താനിക് വേഴ്സസ്. ദെൻ ഹിസ് നെക്സ്റ്റ് നോവൽ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ in 1980, his best work, അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ഏതാണ്, ദ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഒരു നോവലാണ്. അതിലെന്താണ് പറയുന്നത്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം 1910 ടു ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഇൻ 1975. അപ്പോൾ ദ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്നത് സൽമാൻ റുഷ്ദിയുടെ ദ ബെസ്റ്റ് വർക്ക്. അതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം 1910 ടു 1975, 1910 മുതൽ 35 വരെയുള്ള എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പറയുന്നത്. അതായത് 1910 ടു 1975, 1975 വരെ. 75 നമുക്കറിയാം, ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം എന്താണ്, ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടമാണ് 1975. അപ്പോൾ ആ ഒരു 1910 തൊട്ട് 1975 വരെ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഏത് നോവലിൽ പറയുന്നത്, മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഒരു നോവലിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വർക്കാണ് അത് എന്ന് പറയാൻ കാരണം എന്താണ്, ഹി വാസ് അവാർഡഡ് ദ ബുക്കർ പ്രൈസ് ഇൻ 1991 ആൻഡ് ബുക്കർ ഓഫ് ബുക്കർ പ്രൈസസ് ഇൻ 1993. 1991 അദ്ദേഹത്തിൻ്റെ എന്താണ് മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്ന നോവലിന് ബുക്കർ പ്രൈസും 1993 അദ്ദേഹത്തിൻ്റെ ഇതേ നോവലിന് എന്തുകൂടെ ലഭിച്ചു, ബുക്കർ ഓഫ് ബുക്കർ പ്രൈസും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു രണ്ടാളുകളെ, പോസ്റ്റ് ഇന്ത്യൻ നോവലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ടാളുകളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വിമൻ നോവലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടാളുകളെ നമുക്ക് നോക്കാം. ശശി ദേശ്പാണ്ഡെ, ഇവരുടെ ഒരു സ്റ്റോറി, ഒരു നോവൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം അവരെ കുറിച്ച് മനസ്സിലാക്കാം. began her writing career with short stories, later developed into novel. അപ്പോൾ ശശി ദേശ്പാണ്ഡെ അവരുടെ റൈറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോർട്ട് സ്റ്റോറീസ് എഴുതിക്കൊണ്ടാണ്. ലേറ്റർ ഡെവലപ്ഡ് ഇൻ ടു നോവൽസ്. പിന്നീട് ഈ ഷോർട്ട് സ്റ്റോറീസിൽ നിന്നാണ് ഇവരുടെ റൈറ്റിംഗ് കരിയർ എന്തിലേക്ക് മാറുന്നത്, നോവൽസിലേക്ക് മാറുന്നത്. ദാറ്റ് ലോങ് സൈലൻസ് സാഹിത്യ അക്കാദമി അവാർഡ് റിവോൾവ്സ് അറൗണ്ട് എ മിഡിൽ ഏജ്ഡ് എഡ്യൂക്കേറ്റഡ് വുമൺ. അപ്പോൾ ഇവിടെ അവരുടെ ഒരു നോവലാണ് ദാറ്റ് ലോങ് സൈലൻസ്. അത് എന്താണ്, ഇറ്റ് വൺ ദ സാഹിത്യ അക്കാദമി അവാർഡ്. എന്താണ് ദാറ്റ് ലോങ് സൈലൻസ് എന്ന് പറയുന്ന ശശി ദേശ്പാണ്ഡെയുടെ നോവലിന് എന്ത് ലഭിക്കേണ്ടായി, സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കേണ്ടായി. അപ്പോൾ അത് ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ജയ. ജയ എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് വുമൺ ആണ് ജയ. അവരുടെ സ്റ്റോറിയാണ് എന്തിൽ പറയുന്നത്, ദാറ്റ് ലോങ് സൈലൻസ് എന്ന് പറയുന്ന നോവലിൽ പറയുന്നത്. ഷീ ഈസ് caught between modern trends and traditional practices. മോഡേൺ ട്രെൻഡ്സിനും അതുപോലെ തന്നെ
ട്രഡീഷണൽ പ്രാക്ടീസിനും ഇടയ്ക്ക് പെട്ടുപോകുന്ന ഒരു സ്ത്രീയാണ് ആര്, ജയ എന്ന് പറയുന്നത്. അപ്പോൾ ജയ എന്ന് പറയുന്ന ക്യാരക്ടറിന് ചുറ്റുമാണ് ഈ ഒരു സ്റ്റോറി, ദാറ്റ് ലോങ് സൈലൻസ് എന്ന് പറയുന്ന സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ജയയുടെ ക്യാരക്ടർ എന്താണ്? ഷി വാസ് കോട്ട് ബിറ്റ്വീൻ മോഡേൺ ട്രെൻഡ്സ് ആൻഡ് ട്രഡീഷണൽ പ്രാക്ടീസസ്. മോഡേണിറ്റിയും ട്രഡീഷണലും, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ പെട്ടു പോകുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് ദാറ്റ് ലോങ് സൈലൻസ് എന്ന് പറയുന്ന നോവലിൽ പറയുന്നത്. ആൻഡ് ദാറ്റ് നോവൽ വൺ ദ പ്രസ്റ്റീജിയസ് സാഹിത്യ അക്കാദമി അവാർഡ്. ഈ ഒരു നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തീംസ് ഓഫ് ഹെർ നോവൽസ്. ഇനി ശശി ദേശ്പാണ്ഡെയുടെ നോവൽസിലെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നർ കോൺഫ്ലിക്റ്റ് ഓഫ് ദ ഫീമെയിൽ. അപ്പോൾ ഇവിടെ ശശി ദേശ്പാണ്ഡെയുടെ എല്ലാ നോവലുകളിലും ഒരുവിധം എന്നുള്ളതല്ല, എല്ലാ നോവലുകളിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇന്നർ കോൺഫ്ലിക്ട്സ് ഓഫ് ദി ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റുകൾ. അത് ഏത് സ്റ്റോറി ആണെങ്കിലും, ഇപ്പോൾ ജയ, ദാറ്റ് ലോങ് സൈലൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയിൽ ജയ, അതുപോലെ തന്നെ ബൈൻഡിങ് വൈൻ എന്ന് പറയുന്ന ആ ഒരു നോവലിലെ എന്താണ് പ്രൊട്ടാഗണിസ്റ്റ്. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഇവരുടെയൊക്കെ ആ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്നർ കോൺഫ്ലിക്റ്റുകളാണ്. ഇവരുടെ അധിക നോവൽസിലും ആരാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്? ഫീമെയിൽസ് ആണ്, സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റുകൾ ഇവരുടെ കഥയിലെ തീമാണ്. ദെൻ സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി. ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സെർച്ച്. ദെൻ മാൻ വുമൺ റിലേഷൻഷിപ്സ് ആൻഡ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ്. ഇതൊക്കെയാണ് ഇവരുടെ നോവൽസിൻ്റെ തീമായിട്ട് വരുന്നത്. എന്താണ്? ഇന്നർ കോൺഫ്ലിക്റ്റ് ഓഫ് ദ വിമൺ, അതുപോലെ തന്നെ എന്താണ് സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി, മാൻ വുമൺ റിലേഷൻഷിപ്പ്, പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ഇതൊക്കെയാണ് ആരുടെ തീംസ് ആയിട്ട് വരുന്നത്? ശശി ദേശ്പാണ്ഡെയുടെ നോവൽസിൻ്റെ തീമായിട്ട് വരുന്നത്. ഷീ പ്രൊജക്ട്സ് ദ റിയൽ ഡിലേമ ഓഫ് ദ മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് വുമൺ. അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഒരു എന്താണ് ഡിലേമ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ ഇവരുടെ നോവൽസിൻ്റെ തീമായിട്ട് വരാറുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ ഫസ്റ്റ് നോവലാണ് ഇത്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പോൾ അരുന്ധതി റോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ ടു വിൻ ദ പ്രസ്റ്റീജിയസ് ബുക്കർ പ്രൈസ് ഇൻ 1997. 1997 ബുക്കർ പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ആര്? അരുന്ധതി റോയ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് നോവലിന് തന്നെയാണ് അവർക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൽമാൻ റുഷ്ദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 1991 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ അല്ല, അദ്ദേഹം എന്താണ്? ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. 1997 അരുന്ധതി റോയ്ക്ക് എന്താണ്? ആദ്യത്തെ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് നോവലിനാണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന അവരുടെ ഫസ്റ്റ് നോവലിനാണ് ഈ ഒരു ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. Then the story is set in Aymanam, Kerala in 1960s. 1960കളിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്, അയ്മനം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ. ദെൻ ദ സ്റ്റോറി ഓഫ് എസ്ത ആൻഡ് റാഹേൽ. എസ്ത റാഹേൽ എന്ന് പറയുന്ന ട്വിൻസിൻ്റെയാണ്. അത് ഒരാൾ ബോയ് ആണ്, ഒരാൾ ഗേൾ ആണ്. അപ്പോൾ ആ ഒരു ട്വിൻസിൻ്റെ സ്റ്റോറിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പറയുന്നത്. അതിൽ നമുക്ക് എന്താണ്? പോവർട്ടി, സാഡ്നെസ് ഒക്കെ എന്താണ്? ഒരു ഇന്ത്യൻ ടൗണിൽ, ഒരു സ്മോൾ ഇന്ത്യൻ ടൗണിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടാവുന്ന പോവർട്ടി, അതുപോലെ തന്നെ സാഡ്നെസ് ഒക്കെ നമുക്ക് എന്തിൽ കാണാം? ഈ ഒരു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ഈ ഒരു നോവലിൽ കാണാം. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്താണ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. വിമൺ നോവലിസ്റ്റുകളെ കുറിച്ച്, രണ്ടാളുകളെ കുറിച്ച് നന്നായിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാളുകളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. Now we are going to discuss the summary of the story A Tiger for Malgudi. The story has 4 stages. Okay, first of all, we are starting with the stage 1. നോക്കാം, രാജ, the tiger, the protagonist. ഫസ്റ്റ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ് ആരാണ്? രാജ എന്ന് പറയുന്ന ടൈഗറാണ് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ്.
ആൻഡ് ഹി എക്സ്പ്ലെയിൻസ് ദ എൻറ്റയർ സ്റ്റോറി. ഈ ഒരു ടൈഗറാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആൻ ആനിമൽ ഇസ് ദ പ്രൊട്ടാഗനിസ്റ്റ്. ഒരു ആനിമലാണ് ഇവിടെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് വരുന്നത്. ഹിസ് ഏർലി ഡേയ്സ് ഇൻ ദ മെയിൻപി ഹിൽസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഈ ടൈഗർ എന്താണ് പറയുന്നത്? ഹിസ് ഏർലി ഡേയ്സ്, അത് ഈ ഒരു ടൈഗറിൻ്റെ ഏർലി ഡേയ്സ് അത് എവിടെയാണ്? മെയിൻപി ഹിൽസിലാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് പറയുന്നത്? ഹി ഫിയേഴ്സ് നോബഡി, സ്ട്രൈക്ക് ടെറർ ഇൻ അതേഴ്സ്. അപ്പോൾ ഈ ഒരു ടൈഗറിൻ്റെ ആ ഒരു യൂത്ത്ഫുൾ ഡേയ്സ് ആണ്, മെയിൻപി ഹിൽസിലുള്ള യൂത്ത്ഫുൾ ഡേയ്സ് ആണ്. ആൻഡ് ഹി ഫിയേഴ്സ് നോബഡി, അവന് എന്താണ്? ആരെയും പേടിയില്ല. ആൻഡ് സ്ട്രൈക്സ് ടെറർ ഇൻ അതേഴ്സ്, മറ്റുള്ളവരെ ഭയപ്പെടുത്തുക. അതാണ് എന്താ ഈ ഒരു ടൈഗറിൻ്റെ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈഗർ നടന്നു പോകുന്ന വഴിയിൽ ആരും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒക്കെ ഒരു ശാഠ്യം ആർക്കുണ്ട്? ഈ ഒരു ടൈഗറിനുണ്ട്. ആൻഡ് ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് ദ ലോർഡ് ഓഫ് ദ ജംഗിൾ. അപ്പോൾ നമ്മളൊക്കെ കഥകളിൽ കേൾക്കാറുണ്ട്, എന്താണ്? കിങ് ഓഫ് ദ ജംഗിൾ ഈസ് ലയൺ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ടൈഗർ ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് ദ ലോർഡ് ഓഫ് ദ ഫോറസ്റ്റ്. ഈ ഒരു ടൈഗർ എന്താണ് കരുതുന്നത്? ഞാനാണ് ഈ കാടിൻ്റെ രാജാവ്. കാരണം എന്താണ്? ഐ ആം മോർ പവർഫുൾ ദാൻ ലയൺ. എനിക്ക് ഒരു ലയണിനേക്കാൾ ശക്തിയുണ്ട് എന്നൊക്കെ ആര് ചിന്തിക്കുന്നുണ്ട്? രാജ എന്ന് പറയുന്ന ഈ ഒരു ടൈഗർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ആ ഒരു സ്റ്റേജിൽ പറയുന്നത്. ഈ ഒരു ടൈഗറിൻ്റെ ഏർലി ഡേയ്സ് ആണ്, യൂത്ത്ഫുൾ ഡേയ്സ് ആണ് മെയിൻപി ഹിൽസിൽ. അന്ന് ഈ ഒരു ടൈഗർ എന്ന് പറയുന്നത് എന്താണ്? പവർഫുൾ ആണ്. ഹി ഫിയേഴ്സ് നോബഡി, ആരെയും പേടിയില്ല. പിന്നെ എന്താണ്? ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് ദ ലോർഡ് ഓഫ് ദ ജംഗിൾ. ആ ഒരു ജംഗിളിൻ്റെ, ആ ഒരു കാടിൻ്റെ ലോർഡ് ഞാനാണ് എന്ന് ടൈഗർ ചിന്തിച്ച് നടക്കുന്ന കാലമാണ്. ദെൻ ഹിസ് യൂത്ത്ഫുൾ വിഗർ, പ്രൈഡ് ആൻഡ് കെയർ ഫ്രീ ബിഹേവിയർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും ഈ ഒരു ടൈഗറിൻ്റെ എത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഹിസ് യൂത്ത്ഫുൾ വിഗർ, പ്രൈഡ്, കെയർ ഫ്രീ ബിഹേവിയർ. വിഗർ എന്ന് പറയുമ്പോഴെന്താണ്? ആ ഒരു സ്ട്രെങ്ത് ആണ്. ആ ഒരു ടൈഗർ, അവന് അത്രമാത്രം സ്ട്രോങ് ആണ് ആ ഒരു ടൈഗർ. അതുകൊണ്ടാണ് അവൻ എന്ത് ചിന്തിക്കുന്നത്? ഐ ആം മോർ പവർഫുൾ ദാൻ ലയൺ എന്നൊക്കെ ഈ ഒരു ടൈഗർ ചിന്തിക്കുന്നത്. കാരണം അത് ഇറ്റ് ഷോസ് ഹിസ് വിഗർ, അയാളുടെ ഒരു വിഗർ, സ്ട്രെങ്ത് ആണ്. പിന്നെ എന്താണ്? പ്രൈഡ് ആണ്. അതുപോലെ തന്നെ കെയർ ഫ്രീ, ആരെയും ഭയക്കാത്ത, ആരെയും കൂസാത്ത ഒരു സ്വഭാവമാണ് ആർക്കുണ്ടായിരുന്നത്? രാജ എന്ന് പറയുന്ന ടൈഗറിന് ഉണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ്, യൂത്ത്ഫുൾ രാജ കംസ് അക്രോസ് എ ടൈഗ്രസ്. ഇവിടെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് ഈ ഒരു ടൈഗർ രാജ ആരെ കാണുന്നത്? അദ്ദേഹത്തിൻ്റെ മെയ്റ്റ് ആയിട്ടുള്ള, പിന്നീട് വൈഫായി മാറുന്ന ഒരു ടൈഗ്രസിനെ, ലേഡി ടൈഗറിനെ കാണുന്നത്. ഫസ്റ്റ് ഹി ഫൈറ്റ്സ് വിത്ത് ഹെർ. ആദ്യം എന്താണ്? ഇവർ തമ്മിൽ ഉള്ള ഒരു ഫൈറ്റാണ്. അതായത് രാജ പോകുന്ന വഴിയിലാണ് ഈ ഒരു ടൈഗ്രസ് ഇരിക്കുന്നത്. അപ്പോൾ രാജയെ കണ്ടാൽ എല്ലാ മൃഗങ്ങളും എന്താ ചെയ്യാറുള്ളത്? പെട്ടെന്ന് വഴി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടൈഗ്രസ് ഒരു കൂസലുമില്ലാതെ രാജയ്ക്ക് വഴി മാറിക്കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ബോത്ത് ആർ ഇഞ്ചുവേർഡ്, രണ്ടുപേർക്കും സാരമായിട്ട് പരിക്കേൽക്കുന്നുണ്ട്. ദെൻ ലവ്സ് ഹെർ ലേറ്റർ. പിന്നീട് ഇവർ തമ്മിൽ എന്താണ്? ഒരു പ്രണയം ഉണ്ടാവുകയും അവർ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഹി ഗോട്ട് സം കപ്സ്. അവർക്ക് രണ്ടുപേർക്കും എന്താണ്? കുറച്ച് കടുവ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത്. എന്താണ്? ഈ ഒരു ടൈഗറിൻ്റെ, രാജയുടെ ഫാമിലി ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ദ ടൈഗ്രസ് ആൻഡ് ദ കബ്സ് വെർ ഷോട്ട് ഡെഡ് ബൈ ദ ഹ്യൂമൻ ബീങ്സ്. പക്ഷേ ഇവിടെയാണ് ഈ ഒരു രാജയ്ക്ക് വരുന്ന വലിയൊരു ട്രാജഡി. കാരണം അദ്ദേഹത്തിൻ്റെ ടൈഗ്രസും പിന്നെ എന്താണ്? കുട്ടികളും, ഭാര്യയും കുട്ടികളും എന്താണ്? ദ ഷോട്ട് ഡെഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യന്മാരെന്താണ്? കാട്ടിലേക്ക് കടന്നു കയറുകയും ഈ ഒരു ടൈഗ്രസിനെയും രാജയുടെ കബ്സിനെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്താണ്? ഹി ലോസിങ് ഹിസ് ഫാമിലി. ഈ ഒരു രാജയ്ക്ക് അവൻ്റെ എന്താണ്? ഫാമിലിയെ നഷ്ടപ്പെടുകയാണ്. എൻറേജ്ഡ് രാജ സ്ട്രേസ് ഇൻ ടു ദ ഹ്യൂമൻ ഹാബിറ്റേഷൻ ആൻഡ് ക്യാച്ചസ് കാറ്റിൽ. അപ്പോൾ ഈ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു മനുഷ്യന്മാരാലാണ് എന്തുണ്ടായിട്ടുള്ളത്? തനിക്ക് തൻ്റെ ഫാമിലി നഷ്ടപ്പെട്ടത് എന്നുള്ള ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് രാജ എന്താ ചെയ്യുന്നത്? ഹി
സ്ട്രേസ് ഇൻ ടു ഹ്യൂമൻ ഹാബിറ്റേഷൻ, മനുഷ്യന്മാർ താമസിക്കുന്ന ഹ്യൂമൻ ഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യവാസ സ്ഥലം. അപ്പോൾ നമ്മൾ എപ്പോഴും ന്യൂസിൽ ഇപ്പോൾ കേൾക്കാറുണ്ട് അല്ലേ, പുലി ഇറങ്ങി, കടുവ ഇറങ്ങി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഹ്യൂമൻ ഹാബിറ്റേഷനുള്ള മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് എന്താണ് ഇയാൾ എന്താണ് ടൈഗർ രാജ ഇറങ്ങുകയും ഹി കാച്ചസ് കാറ്റിൽ ആളുകൾ വളർത്തു മൃഗങ്ങളെ ഇവൻ എന്താണ് പിടിക്കുകയുമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇവരോടുള്ള ആ ഒരു റിവെഞ്ച് തീർക്കുകയാണ് രാജ ചെയ്യുന്നത്. Then he was captured by captain owner of the Grand Malgudi Circus. അപ്പോൾ ഇങ്ങനെ രാജ എന്താണ് ഹ്യൂമൻ ഹാബിറ്റേഷനിലേക്ക് ഇറങ്ങുകയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവരുടെ കാറ്റിലിനെയൊക്കെ കൊന്ന് തിന്നുകയും ചെയ്തതോട് കൂടിയിട്ട് എന്താണ് ആളുകൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ നെക്സ്റ്റ് ക്യാരക്ടർ ആരാണ്? ക്യാപ്റ്റൻ എന്നാണ് അയാൾ ഈ ക്യാരക്ടറിൽ അറിയപ്പെടുന്നത്. He was the owner of the Great Malgudi Circus. ഗ്രേറ്റ് മാൽഗുഡി സർക്കസിൻ്റെ ഓണറായിട്ടുള്ള ക്യാപ്റ്റൻ എത്തുകയും അയാൾ ഈ എന്താണ് രാജയെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. The intelligent tiger learns the tricks and becomes its main attraction. അപ്പോൾ ക്യാപ്റ്റൻ എന്തിനാണ് രാജയെ പിടിച്ചു കൊണ്ടുപോകുന്നത്? സർക്കസിന് വേണ്ടിയിട്ടാണ് രാജയെ പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറേ കാലം രാജയെ ഈ ക്യാപ്റ്റൻ എന്താണ് പട്ടിണിക്കിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ ഈ ഒരു സർക്കസ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പട്ടിണിക്കിടുന്നുണ്ട്. പിന്നെ എന്താണ് വിത്ത് ഹിസ് വിപ്പ് എന്ന് പറഞ്ഞാൽ ചാട്ടവാറാണ്. ആ ഒരു ചാട്ടവാറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ക്യാപ്റ്റൻ ഈ ഒരു ടൈഗറിനെ ഒരുപാട് ട്രിക്കുകൾ, സർക്കസിലുള്ള ട്രിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. The intelligent tiger learns the tricks and becomes its main attraction. അപ്പോൾ രാജ എന്താണ്? ഹി വാസ് വെരി ഇൻ്റലിജൻറ്റ്, വളരെ ഇൻ്റലിജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹി ലേൺഡ് ദ ട്രിക്സ് വെരി ഫാസ്റ്റ്. അവൻ ഈ ഒരു സർക്കസിലുള്ള ട്രിക്സുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പഠിക്കുകയും ആൻഡ് ഹി ബിക്കെയിം ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ ഗ്രേറ്റ് മാൽഗുഡി സർക്കസ്. അപ്പോൾ ദ ഗ്രേറ്റ് മാൽഗുഡി സർക്കസിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് ആര് മാറി? ഈ ഒരു ടൈഗർ മാറി. കാരണം ഈ ഒരു ടൈഗർ എന്താണ്? അവൻ തീവളയത്തിനുള്ളിലൂടെ ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ട്രിക്കുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ട്രിക്കുകളും ഈ ഒരു രാജ എന്താണ് ഹി ലേൺഡ് ഇറ്റ് വെരി ഫാസ്റ്റ്, വളരെ ഫാസ്റ്റായിട്ട് പഠിക്കുകയും ഈ ഒരു ഗ്രേറ്റ് മാൽഗുഡി സർക്കസിൻ്റെ മെയിൻ അട്രാക്ഷനായി മാറുകയും ചെയ്തു. അപ്പോൾ പിന്നീട് ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട്, അതായത് ഈ ഒരു ക്യാപ്റ്റനും രാജയും തമ്മിൽ. കാരണം ഈ രാജയിലൂടെയാണ് ഈ ക്യാപ്റ്റന് കൂടുതൽ ഇൻകം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു രാജയോട് ഒരു പ്രത്യേക താല്പര്യം ആർക്ക് വരുന്നുണ്ട്? ക്യാപ്റ്റന് വരുന്നുണ്ട്. മദൻ ദ ഫിലിം പ്രൊഡ്യൂസർ ഡിസൈഡ്സ് ടു മേക്ക് എ ഫിലിം ഓൺ രാജ. അപ്പോഴാണ് ഒരു ഫിലിം പ്രൊഡ്യൂസർ, മദൻ എന്നാണ് അയാളുടെ പേര്, അയാൾ എന്തിനു വരുന്നത്? ഹി ഡിസൈഡ്സ് ടു മേക്ക് എ ഫിലിം വിത്ത് രാജ. രാജയെ വെച്ചുകൊണ്ട് ഒരു ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വരുന്നു? മദൻ എന്ന് പറയുന്ന ഫിലിം പ്രൊഡ്യൂസർ വരുന്നുണ്ട്. ദ ക്യാപ്റ്റൻ എഗ്രീസ് ടു ലെൻഡ് ദ ടൈഗർ. അപ്പോൾ അവിടെ എന്താണ് ഈ ഒരു ടൈഗറിനെ ലെൻഡ് ചെയ്യാണ് ക്യാപ്റ്റൻ. ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കടം കൊടുക്കുക അല്ലേ? ഈ ഒരു രാജ എന്ന് പറയുന്ന ആ ഒരു ടൈഗറിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ടൈഗറിനെ വെച്ചുകൊണ്ട് ഒരു ഫിലിം ചെയ്യാനാണ് മദൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ ടൈഗറിനെ, രാജയെ മദന് ലെൻഡ് ചെയ്യാണ്. The captain uses an electric metal gadget to perform the act of standing on his hind legs. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു പെർട്ടിക്കുലർ സീൻ ഉണ്ട്. ആ ഒരു ഹിൻഡ് ലെഗിൽ നിൽക്കുന്ന ടൈഗറിനെ ഹിൻഡ് ലെഗ്സിൽ നിർത്തുന്ന ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് തവണ ഇവർ ശ്രമിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഒരുപാട് ട്രെയിനിങ് ആർക്ക് കൊടുക്കുന്നുണ്ട്? രാജയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്ര ട്രൈ ചെയ്തിട്ടും രാജയ്ക്ക് എന്തിന് സാധിക്കുന്നില്ല? ഹി കുഡൻറ്റ് സ്റ്റാൻഡ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. ആ ഒരു ഹിൻഡ് ലെഗ്സിൽ നിൽക്കാനായിട്ട് രാജയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഹി യൂസ്ഡ് ആൻ ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ്. ഒരു ഇലക്ട്രിക് ഗാഡ്ജറ്റ് ഇയാൾ യൂസ് ചെയ്യാണ്. കാരണം ആ ഒരു ഇലക്ട്രിക് ഗാഡ്ജറ്റ് യൂസ് ചെയ്താൽ ഷോക്ക് എന്താണ് ഈ ഒരു ടൈഗറിൻ്റെ മുകളിൽ ഷോക്ക് അടിപ്പിക്കുക. ഷോക്ക് അടിപ്പിച്ചാൽ എന്താണ്? ആ ഒരു വേദനയിൽ ഇവൻ ചെയ്യും എന്നുള്ള ആ ഒരു ധാരണയിൽ ഇയാൾ ക്യാപ്റ്റൻ ഈ ഒരു ഇലക്ട്രിക് ഗാഡ്ജറ്റ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാപ്റ്റൻ ആദ്യം
രാജയോട് എന്തായിരുന്നു, അയാൾക്ക് നല്ലൊരു സിമ്പതിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ഫിലിം പ്രൊഡ്യൂസറുമായിട്ട് ചേർന്നതോട് കൂടിയിട്ട് ഇയാൾക്ക് ആർത്തിയാണ്, ഗ്രീഡി, ഹി ബിക്കെയിം ഗ്രീഡി. ഒരു ആർത്തി ആർക്ക് വരുന്നുണ്ട്, ക്യാപ്റ്റന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് രാജയെ ഇയാള് വേദനിപ്പിക്കുന്നത്. ദ ടൈഗർ കിൽസ് ഹിം ആസ് ആൻ ആക്ട് ഓഫ് സെൽഫ് ഡിഫെൻസ്. അപ്പോൾ കുറേ നേരമൊക്കെ ആര് സഹിക്കുന്നുണ്ട്, ഈ ഒരു വേദന രാജ സഹിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ഇയാൾ എന്താണ്, ഈ ഒരു ഇലക്ട്രിക് ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ദ ടൈഗർ കിൽസ് ദ ക്യാപ്റ്റൻ. ടൈഗർ ആ ഒരു ക്യാപ്റ്റനെ കില്ലാണ്, കൊല്ലാണ്. ആസ് എ ആക്ട് ഓഫ് സെൽഫ് ഡിഫെൻസ്, അതായത് സെൽഫ് ഡിഫെൻസ്, സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈഗർ ക്യാപ്റ്റനെ കൊല്ലുന്നത്. അത് മനഃപൂർവ്വമല്ല, ഇൻറ്റൻഷനലി അല്ല. ആ ഒരു ഗാഡ്ജറ്റ് തട്ടിത്തെറിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ടൈഗറിൻ്റെ അതിൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു മുൻകാലുകൾ തട്ടിയിട്ട് എന്താണ്, ഈ ക്യാപ്റ്റൻ്റെ തല പൊളിയാണ്. അങ്ങനെയാണ് ഈ ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത്, സ്റ്റേജ് 2 വരുന്നത്. സ്റ്റേജ് 1 അവൻ്റെ ഏർലി ലൈഫാണ്, മെയിൻബി ഹിൽസിലുള്ള ഏർലി ലൈഫാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ ഇവൻ എവിടെ, മാൽഗുഡി സർക്കസിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റോറിയിലെ തേർഡ് സ്റ്റേജ് നോക്കാം. എന്താണ്, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് രാജ. രാജ ആ ഒരു ഫിലിം സെറ്റിൽ നിന്നും പിന്നീട് എത്തുന്നത് ആരുടെ അടുത്താണ്, ഒരു യോഗിയുടെ അടുത്താണ് രാജ എത്തുന്നത്. ആൻഡ് ദിസ് സ്റ്റേജ് 3 ഷോസ് ദ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് രാജ. രാജയുടെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു തേർഡ് സ്റ്റേജിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ രാജ സ്വയം കഥ പറയുകയാണ്. അപ്പോൾ അവിടെ രാജ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ള ടൈഗേഴ്സിൻ്റെ പോലെയല്ല, എനിക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന ആ ഒരു സംസാരം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ എനിക്ക് കഴിയാത്തതുള്ളൂ. ബാക്കി മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ മെൻ്റൽ കപ്പാസിറ്റീസും എനിക്കുണ്ട് എന്ന് രാജ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രാജയാണ് എവിടെ എത്തിപ്പെടുന്നത്, ഒരു യോഗിയുടെ അടുത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ ആ ഒരു യോഗിയുടെ അടുത്ത് നിന്നുമാണ് രാജയ്ക്ക് എന്ത് സംഭവിക്കുന്നത്, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ഹി സറണ്ടേഴ്സ് ഹിംസെൽഫ് കംപ്ലീറ്റ്ലി ബിഫോർ എ യോഗി. ആ ഒരു യോഗിയുടെ മുന്നിൽ ഇവൻ എന്താണ്, സ്വയം സമർപ്പിക്കുകയാണ്. ഫോളോസ് ഹിം ലൈക്ക് എ ഡിസൈപ്പിൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു യോഗിയുടെ ഒരു ഡിസൈപ്പിൾ ആയിട്ട് ആര് മാറാണ്, രാജ മാറാണ്. The yogi treats him as an equal and takes him out of മാൽഗുഡി. അപ്പോൾ ഈ ഒരു യോഗി അദ്ദേഹം എന്താണ്, രാജയെ ഒരു ടൈഗർ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. The yogi treats രാജ as equal as himself. അയാൾക്ക് തുല്യമായിട്ട് തന്നെ, യോഗിക്ക് തുല്യമായിട്ട്, ഈക്വൽ ആയിട്ടാണ് ആരെ കണക്കാക്കുന്നത്, രാജയെ കണക്കാക്കുന്നത്. And the yogi ടേക്സ് രാജ ഔട്ട് ഓഫ് മാൽഗുഡി. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ മാൽഗുഡി എന്ന് പറയുന്ന ഒരു സ്ഥലം വിട്ടുപോവാണ് ചെയ്യുന്നത്. They make the forest at the foot of മേംപി ഹിൽസ് their home. പിന്നീട് ഇവർ മാൽഗുഡിയിൽ നിന്നും എവിടേക്കാണ് പോകുന്നത്, മേംപി ഹിൽസിൻ്റെ താഴെയുള്ള ആ ഒരു കാടുകളിലേക്കാണ് ഇവർ പോകുന്നത്. പിന്നീട് കുറേ കാലം ഇവർ രണ്ടുപേരും ആ കാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ സംഭവിക്കുന്നത് രാജയുടെ. The master discusses difficult concepts like God, karma, ഭഗവത്ഗീത, etc. with രാജ. അപ്പോൾ ഇവിടെ മാസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്, യോഗിയാണ്. അപ്പോൾ അദ്ദേഹം ഡിഫിക്കൽട്ടായിട്ടുള്ള ചില കോൺസെപ്റ്റുകളും, മനുഷ്യന് മാത്രം മനസ്സിലാവുന്ന ചില കോൺസെപ്റ്റുകൾ, ഗോഡ്, കർമ്മ, ധർമ്മ, ഭഗവത്ഗീത, ഇതൊക്കെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, രാജയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ സ്റ്റേജ് 4 ഇവിടെ എന്താണ്, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ്. ആ ഒരു ടൈഗർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും സ്പിരിച്വലി ഒരു സബ്ലൈം, ഒരു എന്താണ്, ഹയർ പൊസിഷൻ ആർക്ക് ലഭിക്കുന്നുണ്ട്, രാജയ്ക്ക് ലഭിക്കുന്നുണ്ട്. രാജ ബിക്കംസ് ഓൾഡ്. സ്റ്റേജ് 4 ആയപ്പോഴേക്കും രാജയ്ക്ക് വയസ്സാവാണ്. യോഗി ഗീവ്സ് ഹിം ടു ദ അതോറിറ്റീസ് ഓഫ് ഹിസ് സൂ. അപ്പോൾ വയസ്സായ രാജയെ ഇവിടെ ഈ ഒരു യോഗി എന്ത് ചെയ്യാണ്, ഒരു സൂവിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അവിടെ അവർ തമ്മിലുള്ള ആ ഒരു എന്താണ്, വേർപാടാണ് വരുന്നത്. യോഗി അറ്റൈൻസ് സമാധി. യോഗി പിന്നീട് സമാധിയാവുക എന്ന് പറഞ്ഞാൽ മരണപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു യോഗിയുടെ മരണസമയമായപ്പോഴേക്കും അദ്ദേഹം എന്താണ്, രാജയെ ഒരു സൂവിൻ്റെ അതോറിറ്റിയെ ഏൽപ്പിക്കുകയാണ്.
രാജ റീച്ചേഴ്സ് എ സബ്ലൈം സ്റ്റേറ്റ്. അപ്പോൾ ഒരു ടൈഗർ, സാധാരണ ഒരു ടൈഗർ എന്നുള്ള നിലയിൽ നിന്നും ഒരു സബ്ലൈം പൊസിഷനിലേക്ക്, ഒരു ഹയർ പൊസിഷനിലേക്ക് ആര് എത്താണ്? രാജ എത്താണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് മാസ്റ്റർ ഓർ യോഗി. ഈ ഒരു യോഗിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് രാജയ്ക്ക് ആ ഒരു സബ്ലൈം പൊസിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറയുന്ന R.K. നാരായണൻ്റെ ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി. ഇനി നമ്മൾ R.K. നാരായണൻ്റെ പ്രോസ് സ്റ്റൈലിനെ, റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു നോവലിൽ എ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറയുന്ന നോവലിൽ എന്തെല്ലാം ടെക്നിക്സ് ആണ് R.K. നാരായൺ യൂസ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യൻനെസ്സിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻനെസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എന്തെല്ലാം പെക്യുലാരിറ്റീസ് R.K. നാരായൺ ഈ ഒരു സ്റ്റോറിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, എന്താണ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ടൈഗർ ഈസ് ടിപ്പിക്കലി ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ, ആ ഒരു ടൈഗർ എന്ന് പറയുന്നത് അത് ഒരു ടൈഗറിൽ നിന്നും പിന്നീട് എന്താണ് ഒരു യോഗിയുടെ ഈക്വലായി മാറുക എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു ടൈഗറിൽ നിന്നും ഒരു യോഗിക്ക് തുല്യനായി, ഒരു മാസ്റ്റർക്ക് തുല്യനായിട്ട് മാറുന്നത് അത് നമുക്ക് എന്തിലാണ് കാണാൻ സാധിക്കുക? ഇന്ത്യൻ കൾച്ചറിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു യോഗീസും ഗുരുക്കന്മാർ അവരൊക്കെ എന്താണ് ഇന്ത്യൻ കൾച്ചറിലാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെന്താണ് ഒരു ഇന്ത്യൻനെസ്സിന് എക്സാമ്പിളാണ്. ദെൻ ഗുരു ഓർ യോഗി ലീഡിങ് ദ ഡിസൈപ്പിൾ ടു ഹയർ ലെവൽസ്. അപ്പോൾ ഇവിടെ ഈ ഒരു യോഗി എന്താണ് ചെയ്യുന്നത്? ഈ ഒരു യോഗി അല്ലെങ്കിൽ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുഗാമി. അപ്പോൾ ആ ഒരു ഡിസൈപ്പിളിനെ ഒരു ഹയർ ലെവലിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ ഒരു യോഗിയാണ്. അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു ഇന്ത്യൻനെസ് ആയിട്ട് കണക്കാക്കാം. ദെൻ കോൺസെപ്റ്റ്സ് ലൈക്ക് കർമ്മ, ഭഗവത്ഗീത എക്സെട്ര. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ കർമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഭഗവത്ഗീത എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്? ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ഇതൊക്കെ ഏതിൽ വരുന്നുണ്ട്? ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കർമ്മ, ധർമ്മ, ഭഗവത്ഗീത ഇതൊക്കെ നമ്മൾ എന്താണ് ഇന്ത്യൻ കൾച്ചറുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഈ ഒരു ഇന്ത്യൻനെസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ R.K. നാരായണൻ്റെ ഇന്ത്യൻനെസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ദ നറേറ്റീവ് ടെക്നിക്സ്. ദ പ്രൊട്ടാഗണിസ്റ്റ് ടെൽസ് ദ സ്റ്റോറി ഓട്ടോബയോഗ്രഫിക്കൽ. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? ദ സ്റ്റോറി ഈസ് റിട്ടൺ ഇൻ ആൻ ഓട്ടോബയോഗ്രഫിക്കൽ ഫോം. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മകഥയാണ്. അപ്പോൾ ഒരു ആത്മകഥാപരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ ആരാണ് പ്രൊട്ടാഗണിസ്റ്റ്? രാജ എന്ന് പറയുന്ന ടൈഗറാണ് പ്രൊട്ടാഗണിസ്റ്റ്. അപ്പോൾ രാജ ആ ഒരു സൂവിലിരുന്നു കൊണ്ട് ആളുകളോട് തൻ്റെ കഥ പറയുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുന്നത്. ദെൻ സ്വിച്ചസ് ബാക്ക് ടു ദ പാസ്റ്റ് ആൻഡ് നറേറ്റ് ദ സ്റ്റോറി ഇൻ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. അതായത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുമ്പോഴെന്താണ്? ഐ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്നത്. ആൻഡ് ദ ടൈഗർ ടേൺസ് ബാക്ക് ടു ഹിസ് പാസ്റ്റ്. ഈ ഒരു ടൈഗർ അവൻ്റെ പാസ്റ്റിലേക്ക് പോയിട്ട് എന്താണ് അവൻ്റെ പാസ്റ്റിലെ കഥകളാണ് പറയുന്നത്. ഇപ്പോൾ ഓൾഡായി ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ടൈഗർ എവിടെയാണ്? ഒരു സൂവിലാണ്. അത് വയസ്സായിട്ടുള്ള ഒരു ടൈഗറാണ്. അപ്പോൾ പിന്നീട് ആ ഒരു മെയിൻബി ഹിൽസിൽ നിന്നുള്ള ഈ ഒരു ടൈഗറിൻ്റെ സ്റ്റോറി അത് പാസ്റ്റിലേക്ക് തിരിച്ചു പോയി ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിലാണ് ഐ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ സറ്റയർ, ഐറണി ആൻഡ് ഹ്യൂമർ. എന്താണ് സറ്റയർ എന്ന് നോക്കാം. ആർട്ട് ഓഫ് ഡിമിനിഷിങ് എ സബ്ജക്റ്റ് ബൈ മേക്കിംഗ് ഇറ്റ് അപ്പിയർ റിഡിക്യുലസ്. സറ്റയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? ആക്ഷേപഹാസ്യം എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ അത് എന്താണ്? ഡിമിനിഷിങ് എ സബ്ജക്റ്റ് ബൈ മേക്കിംഗ് ഇറ്റ് അപ്പിയർ റിഡിക്യുലസ്. ഒരു സബ്ജക്റ്റിനെ അതിൻ്റെ ഗൗരവത്തിൽ നിന്നും എന്ത് ചെയ്യുക? ഒന്ന് ഡിമിനിഷ് ചെയ്തുകൊണ്ട്, അതിനെ ഒന്ന് താഴ്ത്തിക്കൊണ്ട്, അതിനെ റിഡിക്യുലസ് ആക്കുക. വായിക്കുന്ന ആളുകൾക്ക് ചിരി വരുന്ന രീതിയിൽ ഏതൊരു ടോപ്പിക്കിനെയും എത്ര ഗൗരവമുള്ള ടോപ്പിക്കാണെങ്കിലും അത് വായിക്കുന്ന ആളിൽ ചിരി ഉണ്ടാക്കുക, റിഡിക്യുലസ് ആക്കുന്ന ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സറ്റയർ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് തിങ്ക് ദാറ്റ്. അപ്പോൾ ഈ ഒരു സറ്റയറിന് ഒരു എക്സാമ്പിളാണ്. അതിനകത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ നോക്കുക.
എന്താണ് ഹ്യൂമൻ ബീങ്സ് തിങ്ക് ദാറ്റ് ദേ ആർ സുപ്പീരിയർ ആൻഡ് ആനിമൽസ് ആർ ഇൻഫീരിയർ ബട്ട് രാജ കമൻസ് ഓൺ. അപ്പോൾ ഇവിടെ ഒരു സറ്റയറിനൊരു എക്സാമ്പിളാണ്. ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർ എന്താണ് ചിന്തിക്കുന്നത്, അവരാണ് സുപ്പീരിയർ. അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്ത് തന്നെയാണ്, ഈ ഒരു ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, പക്ഷെ അവരെക്കാട്ടിലൊക്കെ സുപ്പീരിയർ നമ്മളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് രാജ ചിന്തിക്കുന്നത് എന്താണ്, ദ നോയ്സി നാച്ചർ ഓഫ് ഹ്യൂമാനിറ്റി ഈസ് ഡിസ്ട്രസിങ്. അപ്പോൾ രാജ ചിന്തിക്കുന്നത്, രാജയെ ക്യാപ്റ്റൻ മാൽഗുഡിയിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, ആ ഒരു സർക്കസിന് വേണ്ടിയിട്ട് പിടിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മനുഷ്യന്മാരൊക്കെ എന്താണ് ആ ഒരു രാജയെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോയ്സി നാച്ചർ, ഈ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ നോയ്സി നാച്ചർ എന്താണ് ഈ ഒരു രാജയ്ക്ക് ഡിസ്ട്രസിങ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് എല്ലാവരെക്കാൾ സുപ്പീരിയർ എന്ന്, പക്ഷെ നമ്മൾ എന്താണ് മറ്റുള്ള ജീവികൾക്ക് ഒരു ശല്യമാണ് എന്ന് ആര് പറയുന്നു, രാജ പറയുന്നു. അപ്പോൾ അതൊരു ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സറ്റയർ. ദെൻ tigers attack only when they feel hungry, unlike human beings who slaughter one another without purpose or hunger. പിന്നെ രാജ ചിന്തിക്കുന്നത്, മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, ടൈഗേഴ്സ് kill an animal only when he is hungry. ഒരു ടൈഗർ ഏതെങ്കിലും ഒരു മൃഗത്തെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എന്താണ്, ടൈഗറിന് ഹങ്കർ ഉണ്ടാവുന്നു, വിശപ്പുണ്ടാവുമ്പോൾ മാത്രമാണ് ഒരു ടൈഗർ ഒരു മൃഗത്തെ കൊല്ലുന്നത്. പക്ഷെ മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെയാണോ? അല്ല. നമ്മൾ എന്താണ് ഒരാവശ്യമില്ലാതെ ജീവികളെയും മനുഷ്യന്മാരെ തന്നെ പരസ്പരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലോട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കശാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൃഗങ്ങളെ പോലെയല്ല, മനുഷ്യന്മാർ അവരെക്കാൾ നീചരാണ് എന്ന് ആര് പറയാണ്, രാജ പറയാണ്. മൃഗങ്ങള് അവര് ഹങ്കർ ആവുന്ന സമയത്ത്, വിശക്കുന്ന സമയത്ത് മാത്രമാണ് മൃഗങ്ങൾ ഏതെങ്കിലും ഒരു ജീവിയെ കൊല്ലുന്നുള്ളൂ. പക്ഷെ മനുഷ്യന്മാരെന്താണ് ഒരാവശ്യവുമില്ലാതെ അവർ മറ്റുള്ള ജീവികളെ കൊല്ലുന്നു. ഇപ്പോൾ നമ്മൾ രാജയുടെ ആ ഒരു ഫാമിലി അല്ലെ, ആ ഒരു ടൈഗ്രസും രാജയുടെ കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് കുട്ടികൾ, അപ്പോൾ അവരെയൊക്കെ മനുഷ്യന്മാർ വെടിവെച്ച് കൊല്ലുകയാണ്. ഒരാവശ്യമില്ലാണ്ടാണ് അവരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പം മനുഷ്യന്മാർ എന്താണ് ആവശ്യമില്ലാതെ പരസ്പരം എന്താണ് സ്ലോട്ടർ ചെയ്യുന്നു, മറ്റു മൃഗങ്ങളെ സ്ലോട്ടർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാൾ എത്രയോ സുപ്പീരിയർ ആണ് ടൈഗേഴ്സ് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ. അവരെന്താണ് അവർക്ക് വിശക്കുമ്പോൾ മാത്രമാണ് അവർ ഏതെങ്കിലും ഒരു ജീവിയെ അപായപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത് ഈ ഒരു സറ്റയർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ ഐറണി. The literal meaning of a word or statement is the opposite of that intended. ഐറണി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താ അതിന് പറയുക, വിരോധാഭാസം എന്ന് പറയും. അപ്പോൾ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു വേർഡിൻ്റെ അർത്ഥം, ആ ലിറ്ററൽ മീനിങ് അതിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് ആവുക. ദ ലിറ്ററൽ മീനിങ് ഓഫ് എ വേർഡ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് ഇൻറ്റൻറ്റഡ്. നമ്മൾ പറയുന്ന ഒരു വാക്ക് അത് നമ്മൾ ഓപ്പോസിറ്റ് മീനിങ്ങിൽ പറയുമ്പോൾ, ഒരു വേർഡിൻ്റെ മീനിങ് നമ്മൾ മറ്റൊരർത്ഥത്തിൽ ഒരാളോട് പറയുന്ന സമയത്ത് അതിനെന്താ നമ്മൾ പറയുക, ഐറണി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഐറണിക്ക് എക്സാമ്പിൾ എന്താണ്, ദ ക്യാപ്റ്റൻ ഫസ്റ്റ് റെഫ്യൂസസ് ടു യൂസ് ദ ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ് ഓൺ രാജ, ഗ്രീഡ് ഫോർ മണി ഹി യൂസസ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഐറണിക്ക് ഒരു എക്സാമ്പിൾ, ഇവിടെ ആ ഒരു എന്താണ് ഫിലിം പ്രൊഡ്യൂസർ രാജയെ വെച്ചൊരു ഫിലിം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്താണ് രാജ ആ ഒരു ഹിൻഡ് ലെഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മൃഗങ്ങളുടെയൊക്കെ പിൽക്കാലുകളാണ്. അപ്പോൾ ആ ഒരു ഹിൻഡ് ലെഗ്സിൽ നിൽക്കാൻ ആർക്ക് സാധിക്കുന്നില്ല, രാജയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇയാൾ എന്ത് യൂസ് ചെയ്യുന്നു, ക്യാപ്റ്റൻ ഒരു ഇലക്ട്രിക് ഗാഡ്ജറ്റ് രാജയുടെ മുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇയാൾ എന്താണ് ചിന്തിക്കുന്നത്, ക്യാപ്റ്റൻ ലവ്സ് രാജ, ക്യാപ്റ്റന് ഒരുപാട് ഇഷ്ടമാണ് രാജയെ, കാരണം രാജ കാരണമാണ് എന്തുണ്ടാവുന്ന അയാളുടെ സർക്കസ് കമ്പനിക്ക് ഒരുപാട് ഉയർച്ചയും ഇയാൾക്ക് ഒരുപാട് പണമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു അഫെക്ഷൻ ഇയാൾക്ക് തീർച്ചയായിട്ടും ആരോടുണ്ട്, രാജയോടുണ്ട്. അപ്പോൾ രാജയുടെ മുകളിൽ ഒരു ഇലക്ട്രിക് ഗാഡ്ജറ്റ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം ഇയാൾ അതിനെ റെഫ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ക്യാപ്റ്റൻ. പക്ഷെ പിന്നീട് എന്താണ്, ഗ്രീഡ് ഫോർ മണി, ഈ ഒരു പണത്തോടുള്ള ആർത്തി കാരണം ഇയാൾ ആ ഒരു അഫെക്ഷൻ മറക്കുകയും ഈ ഒരു രാജയുടെ മുകളിൽ ഈ ഒരു ഇലക്ട്രിക് ഗാഡ്ജറ്റ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ
അതെന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഐറണി. അവിടെ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യമല്ല എന്തായിട്ട് വരുന്നത്, അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് ഐറണിയാണ്. അപ്പോൾ ഇത്രയുമാണ് എന്ത്, ഈ ഒരു നാരായൺസ് പ്രോസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ വരുന്നത്. Now we are going to discuss the main characters of this novel, A Tiger for Malgudi. Okay, the first main character is Raja the Tiger. As we know, he is the protagonist of this novel. അപ്പോൾ രാജയെ കുറിച്ച് നോക്കാം. There are 4 stages in the life of Raja. രാജയുടെ ലൈഫിൽ 4 stages ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? First stage, young ages at Mampi Hills. The first stage of Raja describes his young life in the Mampi Hills. Mampi Hillസിലുള്ള രാജയുടെ ഫസ്റ്റ് ആ ഒരു യങ് ഏജസിനെ കുറിച്ചിട്ടാണ് എന്തിൽ പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ആൻഡ് he considers himself as the lord of the jungle. ജംഗിളിൻ്റെ ആ ഒരു കാടിൻ്റെ നാഥൻ, കാടിൻ്റെ രാജാവ് ഞാനാണ് എന്ന് രാജ ചിന്തിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ്. ആൻഡ് he was strong, pride and carefree behavior. ആ ഒരു സമയത്ത് ഫസ്റ്റ് സ്റ്റേജിൽ രാജയ്ക്ക് എന്താണ്? he was very strong. ഈ ഒരു രാജ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് രാജ എന്ത് ചിന്തിക്കുന്നത്? I am the lord of this jungle എന്ന് രാജ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ he had a carefree behavior. carefree behavior എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെയും വകവയ്ക്കാതെയുള്ള ആ ഒരു സ്വഭാവം. അപ്പോൾ അതൊക്കെ എന്താണ്? അത്രമാത്രം പ്രൈഡ് ആൻഡ് വിഗർ ആൻഡ് സ്ട്രെങ്ത്, ഇതൊക്കെയാണ് രാജയുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലെ ക്യാരക്ടറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എന്താണ്? ദ ഫാമിലി ലൈഫാണ്. രാജയുടെ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? രാജാസ് ഫാമിലി ലൈഫ് വിത്ത് ഹിസ് ടൈഗ്രസ് ആൻഡ് ഹിസ് കപ്സ്. ആ ഒരു ടൈഗ്രസുമായിട്ടും അതുപോലെ തന്നെ ആ ഒരു കപ്സുമായിട്ടുള്ള രാജയുടെ ഫാമിലി ലൈഫ് സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത്. ആൻഡ് ഹി മെറ്റ് എ ട്രാജഡി. അവിടെയാണ് രാജയുടെ ലൈഫിലെ ഏറ്റവും വലിയ ട്രാജഡി ഉണ്ടാവുന്നത്. എന്തായിരുന്നു ആ ട്രാജഡി? ഹ്യൂമൻസ് ഷോട്ട് രാജാസ് ഫാമിലി ഇൻ ടു ഡെത്ത്. രാജയുടെ ഫാമിലിയെ മനുഷ്യന്മാരെന്താണ്? വെടിവെച്ച് കൊന്നുകളയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്താണ്? ഹിസ് പെയിൻഫുൾ സെപ്പറേഷൻ ഫ്രം ഹിസ് ഫാമിലി. അതിൽ രാജയ്ക്ക് ആ ഒരു സെപ്പറേഷൻ, ആ ഒരു ഫാമിലിയിൽ നിന്നും രാജയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു സെപ്പറേഷൻ എന്താണ്? ഇറ്റ് വാസ് വെരി പെയിൻഫുൾ. അത് രാജയ്ക്ക് വളരെ പെയിൻഫുൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹി വാസ് വെരി മച്ച് എൻറേജ്ഡ്. എൻറേജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ രോഷാകുലനാക്കുകയാണ് രാജയെ. ദെൻ enraged Raja and he began to enter into the human habitant areas. അപ്പോൾ ഈ ഒരു ദേഷ്യം വന്നിട്ടുള്ള, അതായത് മനുഷ്യന്മാർ കാരണമാണ് എനിക്ക് ഈ ഒരു ട്രാജഡി വന്നത് എന്ന് രാജ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അവരോട് ആ ഒരു റിവഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് രാജ എന്താണ് ചെയ്യുന്നത്? ഹി ബിഗാൻ ടു എൻറ്റർ ഇൻ ടു ദ ഹ്യൂമൻ ഹാബിറ്റന്റ് ഏരിയാസ്. മനുഷ്യന്മാർ വസിക്കുന്ന ഏരിയാസിൽ ആരിറങ്ങാണ്? ഈ ഒരു കടുവ ഇറങ്ങാണ്. ആൻഡ് ഹി ബിഗാൻ ടു ഈറ്റ് ദ കാറ്റിൽ ഓഫ് ദാറ്റ് ഹ്യൂമൻസ്. അപ്പോൾ അവിടെ മനുഷ്യന്മാരോടുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് അവർ വളർത്തുന്ന കാറ്റിലിനെയൊക്കെ, കന്നുകാലികളെയൊക്കെ കൊന്നു തിന്നാണ് ഡെയിലി രാജ ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ ആരെ കാണുന്നത്? ക്യാപ്റ്റനെ നമ്മൾ കാണുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. ഹു വാസ് ക്യാപ്റ്റൻ? ആരാണ് ക്യാപ്റ്റൻ? ആരായിരുന്നു? ഹി വാസ് ദ ഓണർ ഓഫ് ദ ഗ്രേറ്റ് മാൽഗുഡി സർക്കസ്. ഗ്രേറ്റ് മാൽഗുഡി സർക്കസിൻ്റെ ഓണർ ആയിരുന്നു ക്യാപ്റ്റൻ. ആൻഡ് ഹി ക്യാപ്ചേഴ്സ് രാജ. അദ്ദേഹം വന്നിട്ട് രാജയെ എന്താണ് ചെയ്യാണ്? ക്യാപ്ചർ ചെയ്യാണ്, പിടികൂടാണ്. അപ്പോൾ ആ പിടികൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സർക്കസിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം രാജയെ പിടികൂടുന്നത്. ഇൻ്റലിജൻറ്റ് രാജ ലേൺസ് ദ ട്രിക്സ് വെരി ഫാസ്റ്റ്. അപ്പോൾ സർക്കസിൽ എത്തിയ സമയത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ്? രാജ ലേൺസ് ദ ട്രിക്സ് വെരി ഫാസ്റ്റ്. ആ സർക്കസിലുള്ള ട്രിക്കുകളൊക്കെ വളരെ പെട്ടെന്ന് രാജ പഠിച്ചെടുക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് എന്താണ്? ഹി വാസ് വെരി ഇൻ്റലിജൻറ്റ്. വളരെ ഇൻ്റലിജൻ്റ് ആണ്. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ കാണിക്കുന്ന ഈ ട്രിക്സുകളൊക്കെ വളരെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ ആർക്ക് സാധിക്കുന്നത്? രാജയ്ക്ക് സാധിക്കുന്നത്.
Then we see Madan the film producer. പിന്നീടാണ് ഈ ഒരു സ്റ്റേജ് 2-ൽ ആര് വരുന്നത്? മദൻ, ഫിലിം പ്രൊഡ്യൂസർ ആയിട്ടുള്ള മദൻ വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്? എന്താണ്? മദൻ ഡിസൈഡ്സ് ടു മേക്ക് എ ഫിലിം ഓൺ രാജ. രാജയെ വെച്ച് ഒരു ഫിലിം ചെയ്യാൻ മദൻ തീരുമാനിക്കുകയാണ്. ദെൻ പിന്നീടാണ് ആ ഒരു ഫിലിം സെറ്റിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നത്? ദ ക്യാപ്റ്റൻ യൂസസ് ആൻ ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ്. ആ ഒരു ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ് ആര് യൂസ് ചെയ്യുന്നുണ്ട്? ക്യാപ്റ്റൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്? ടു ട്രെയിൻ രാജ ടു സ്റ്റാൻഡ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. ഹിൻഡ് ലെഗ്സിൽ, പിൽക്കാലുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് രാജയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ എന്ത് യൂസ് ചെയ്യുന്നത്? ആ ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് രാജ കിൽസ് ക്യാപ്റ്റൻ. രാജ ക്യാപ്റ്റനെ കൊല്ലുകയാണ്. അപ്പോൾ അവിടെ ഇവർ തമ്മിൽ വളരെ നല്ല ഒരു അടുപ്പമാണ്, ഒരു ബോണ്ടാണ് ആര് തമ്മിൽ ഉണ്ടായിരുന്നത്? ക്യാപ്റ്റനും രാജയും തമ്മിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പണത്തോടുള്ള ആ ഒരു ഗ്രീഡ് അല്ലെങ്കിൽ അത്യാർത്തി ഇയാളെ എന്താണ്? രാജയെ വേദനിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുകയും രാജ ഇയാളെ കൊല്ലുകയും ചെയ്യാണ്. ദെൻ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ രാജയുടെ ക്യാരക്ടേഴ്സിൽ എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ഹാപ്പിനെസ് ഓഫ് ഫാമിലി ലൈഫ്. രാജ ഫാമിലി ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രമാത്രം ഹാപ്പി ആയിരുന്നു. പെയിൻ ഓഫ് സെപ്പറേഷൻ. അപ്പോൾ ആ ഒരു ഫാമിലി ലൈഫിൽ നിന്നും പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് നഷ്ടപ്പെട്ട സമയത്ത് രാജയ്ക്ക് എത്രമാത്രം പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എഫേർട്സ് ഫോർ എക്സിസ്റ്റൻസ്. അവിടെ ആ ഒരു സർക്കസ് കമ്പനിയിൽ എത്തിയ സമയത്ത് രാജയെ എന്താണ്? ക്യാപ്റ്റൻ പട്ടിണിക്കിടുകയാണ്. അത് ഇവരുമായി സഹകരിക്കാൻ വേണ്ടിയിട്ട് പട്ടിണിക്കിടുകയാണ്. അപ്പോൾ രാജ ഈ ട്രിക്സ് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് വാസ് ഹിസ് എഫേർട്ട് ഫോർ എക്സിസ്റ്റൻസ്. എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടായിട്ടാണ് രാജ എന്ത് ചെയ്യുന്നത്? ഈ ട്രിക്സ് ഒക്കെ പഠിച്ചെടുക്കുന്നത്. ആൻഡ് ഹിസ് ഇൻ്റലിജൻസ് നമ്മൾ കണ്ടു അല്ലേ? ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടാണ് രാജ ആ ട്രിക്സ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നത്. ആൻഡ് ലോയാലിറ്റി ഓഫ് രാജ. ലോയാലിറ്റി എന്ന് പറയുമ്പോൾ രാജയുടെ ഫാമിലിയോടുള്ള ലോയാലിറ്റിയും അതുപോലെ തന്നെ ആ ക്യാപ്റ്റനോടുള്ള ലോയാലിറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേജിൽ രാജയുടെ ക്യാരക്ടറായിട്ട് വരുന്നത്. ദ തേർഡ് സ്റ്റേജ് ഓഫ് രാജാസ് ലൈഫ്. തേർഡ് സ്റ്റേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തേർഡ് സ്റ്റേജിൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് രാജ. രാജയുടെ ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ആ ഒരു സർക്കസിൽ നിന്നും സ്റ്റേജ് സെക്കൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സർക്കസിൽ നിന്നും രാജ എവിടെ എത്താണ്? ഒരു ഫിലിം സെറ്റിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷമാണ് സ്റ്റേജ് 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേജ് 3-ൽ നമ്മൾ കാണുന്നത് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് രാജ. രാജയുടെ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ കാണുന്നത്. എത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനാണ്? ഹി സറണ്ടേഴ്സ് ഹിംസെൽഫ് ബിഫോർ എ യോഗി. ഒരു യോഗിക്ക് മുന്നിൽ രാജ എന്താണ്? അവൻ സറണ്ടർ ചെയ്യാണ്, കീഴടങ്ങുകയാണ്. അതായത് ആ ഒരു യോഗി എന്ന് പറയുന്ന അയാളൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റീസിന് മുന്നിൽ രാജ സ്വയം സറണ്ടർ ചെയ്യുന്നത്. ഇത്രയും കാലം രാജ എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? ഐ ആം സുപ്പീരിയർ ടു എവ്രി വൺ. ഞാൻ എല്ലാവർക്കും മുകളിലാണ് എന്ന് ചിന്തിച്ചിരുന്ന ആ ഒരു ബിഹേവിയറിൽ നിന്നുള്ള എൻറ്റയർ ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്കാണ് രാജ ഈ ഒരു തേർഡ് സ്റ്റേജിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു യോഗിക്ക് മുന്നിൽ രാജ എന്താണ്? ഹി സറണ്ടേഴ്സ് ഹിംസെൽഫ്. അവൻ മുഴുവനായിട്ട് ആ ഒരു യോഗിക്ക് മുന്നിൽ സറണ്ടർ ചെയ്യുന്നത് ഈ തേർഡ് സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഗി ട്രീറ്റ്സ് ഹിം ആസ് ആൻ ഈക്വൽ. ഇവിടെ യോഗി എങ്ങനെയാണ് രാജയെ ട്രീറ്റ് ചെയ്യുന്നത്? ആസ് ഈക്വൽ ആസ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് ഈക്വലായിട്ട്. അതായത് ഈ ഒരു യോഗിയോടൊപ്പം ഈ ഒരു ടൈഗറിനെ കാണുമ്പോൾ ആളുകൾ കടുവ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു യോഗി പറയുന്നത് എന്താണ്? ഇവൻ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽ അല്ല. ഹീസ് ഈക്വൽ ആസ് മൈസെൽഫ്. അവൻ എനിക്ക് തുല്യനാണ്, എന്നെപ്പോലെ തന്നെയാണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ദെൻ യോഗി ഡിസ്കസസ് കർമ്മ, ഭഗവത്ഗീത എക്സെട്ര ടു രാജ. അപ്പോൾ രാജയുമായിട്ട് ഈ യോഗി കർമ്മയെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ദൈവത്തിനെ കുറിച്ചും ഒക്കെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്? രാജയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഇതാണ് സ്റ്റോറി. അപ്പോൾ അതിൽ നിന്നും രാജയുടെ എന്ത് ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലാവുന്നത് നോക്കുക. ഹിസ് ഡിസിപ്ലിൻ അല്ലേ. അപ്പോൾ ഇത്രയും കാലം ഒരു ഡിസിപ്ലിൻ ഇല്ലാതിരുന്ന ആ ഒരു ജീവിതത്തിൽ ഈ ഒരു യോഗിയുമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റിലൂടെ രാജയ്ക്ക് എന്താണ് ലഭിക്കുന്നത്? ഹിസ് ഡിസിപ്ലിൻഡ് ക്യാരക്ടർ, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് രാജ മാറുന്നുണ്ട്. ദെൻ ഹിസ് കോൺസെൻട്രേഷൻ, ഈ കർമ്മയെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ദൈവത്തിനെ കുറിച്ചും ഒക്കെ ഈ ഒരു യോഗി ഇങ്ങനെ പറയുന്ന സമയത്ത് ഇയാൾക്ക്, ഈ ഒരു രാജയ്ക്ക് എന്തുണ്ടായിരിക്കണം? കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം. യോഗി പറയുന്ന കാര്യങ്ങളൊക്കെ ആര് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്? രാജ ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് ഹിസ് ലിസണിങ് ഓൾസോ. അപ്പം നമ്മളൊക്കെ ഒരാൾ പറയുന്ന സമയത്ത് കുറേ പറഞ്ഞ് ഈ ഭഗവത്ഗീതയെക്കുറിച്ചും കർമ്മയെക്കുറിച്ചും ഒക്കെ ഒരുപാട് സമയം പറയുമ്പോൾ നമുക്ക് കുറേ സമയം കേട്ടിരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഇവിടെ രാജ ഈ യോഗി പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുള്ളി കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജയുടെ ലിസണിങ് എന്ന് പറയുന്ന ലിസണിങ് സ്കിൽസ് ഓഫ് രാജയുടെ ലിസണിങ് സ്കിൽസും ഒക്കെ ഇത്തരത്തിലുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് നമുക്ക് ഏതിൽ നിന്നും മനസ്സിലാവുന്നത്? തേർഡ് സ്റ്റേജിൽ നിന്നും മനസ്സിലാവുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ്, രാജ സ്പിരിച്വൽ എവല്യൂഷൻ. ഇവിടെയാണ് രാജയുടെ സ്പിരിച്വൽ എവല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഫോർത്ത് സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു യോഗി സമാധിയാവുന്നുണ്ട്. സമാധിയാവുന്നതിന് മുന്നേ അയാൾ എന്താ ചെയ്യുന്നത്? രാജയെ ആ ഒരു സൂവിൻ്റെ അതോറിറ്റിക്ക് കൈമാറാണ്. അതിനുശേഷമാണ് യോഗി സമാധിയാവുന്നത്. ദെൻ ഇൻ ദ സ്റ്റേജ് 4 വി ക്യാൻ സീ രാജ അറ്റൈൻസ് ഹ്യൂമൻ ക്വാളിറ്റീസ്. ഈ ഒരു 4ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? രാജ അറ്റൈൻസ് ഹ്യൂമൻ ക്വാളിറ്റീസ്. മനുഷ്യൻ്റെ ഒരുപാട് ക്വാളിറ്റീസ് രാജ അറ്റൈൻ ചെയ്തതായിട്ട് ഈ ഒരു 4th സ്റ്റേജിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് രാജയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ക്യാരക്ടർ ചോദിക്കുന്ന സമയത്ത്, ക്യാരക്ടറൈസേഷൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ ഒരു സ്റ്റോറി വളരെ ഷോർട്ടായിട്ട് ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് അതിൽ നിന്നുള്ള ഓരോ സ്റ്റേജിലും ഏത് ക്യാരക്ടറൈസേഷനാണ് അല്ലെങ്കിൽ ഏത് ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് എഴുതി വെക്കുക. അങ്ങനെയാണ് രാജയുടെ ക്യാരക്ടറൈസേഷൻ എഴുതേണ്ടത്. സെക്കൻഡ് മേജർ ക്യാരക്ടർ ഓഫ് ദിസ് നോവൽ ഈസ് ദ ക്യാപ്റ്റൻ. The captain is the owner of the Great Malgudi Circus. അപ്പോൾ ഇതിലെ സെക്കൻഡ് മേജർ ക്യാരക്ടർ ആരാണ്? ക്യാപ്റ്റൻ ആണ്. അദ്ദേഹം ആരായിരുന്നു? He was the owner of the Great Malgudi Circus. The Great Malgudi Circusൻ്റെ ഓണറാണ് ക്യാപ്റ്റൻ. നോക്കാം, ഹാർഡ് വർക്കിംഗ് റൈസസ് ടു ദ ഓണർഷിപ്പ് ഓഫ് ദ ഗ്രേറ്റ് മാൽഗുഡി സർക്കസ്. അപ്പോൾ ഇയാളുടെ ക്യാരക്ടർ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്? ദ ക്യാപ്റ്റൻ വാസ് ഹാർഡ് വർക്കിംഗ്. അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാരണം ആ ഒരു ഹാർഡ് വർക്കിലൂടെയാണ് അയാൾ എന്തായിത്തീരുന്നത്? ഓണർ ഓഫ് ദ ഗ്രേറ്റ് മാൽഗുഡി സർക്കസ്. ഈ ഒരു ഗ്രേറ്റ് മാൽഗുഡി സർക്കസിൻ്റെ ഓണർ ആവുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹാർഡ് വർക്കിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വാളിറ്റി ഓഫ് ക്യാപ്റ്റൻ ഈസ് ഹാർഡ് വർക്കിംഗ് ആണ്. വിത്ത് ദിസ് ഹാർഡ് വർക്ക് he attains the position of the owner of the Great Malgudi Circus. ആ ഒരു ഗ്രേറ്റ് മാൽഗുഡി സർക്കസിൻ്റെ ഓണർ ആവുന്നത് ഹാർഡ് വർക്കിങ്ങിലൂടെയാണ്. Then efficient in managing the circus troupe consisting of hundreds of men, women and animals. And he is very much efficient too. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആൾ കൂടിയാണ് ഇദ്ദേഹം. കാരണം he could manage so many people and animals together. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആ ഒരു സർക്കസ് ട്രൂപ്പിൽ ഒരുപാട് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും ഇയാൾ ചെയ്യുന്നത്? മാനേജ് ചെയ്യാൻ ഇയാൾക്ക് കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഒരു എഫിഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ ഇത്രയും ആളുകളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ എഫിഷ്യൻസി ഓഫ് ദ ക്യാപ്റ്റൻ. ഈ ഒരു മാനേജിങ് കപ്പാസിറ്റി അയാളുടെ എഫിഷ്യൻസിയെയാണ് കാണിക്കുന്നത്. Then strict during the training period but regulates the working hours given rest to them. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹി ഈസ് വെരി മച്ച് സ്ട്രിക്റ്റ് ഇൻ ദ ട്രെയിനിങ് പീരിയഡ്. ട്രെയിനിങ് പീരിയഡിൽ
ഈ ഒരു ആനിമൽസിനോടൊക്കെ ഇയാൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ബട്ട് ലേറ്റർ he sympathized with these animals and he regulates their working time. പിന്നീട് ഈ ആനിമൽസിനോട് ഇയാൾ സിമ്പതൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ വർക്കിംഗ് അവേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, he gives a rest time for this animals. അദ്ദേഹത്തിൻ്റെ ആനിമൽസിന് ഒരു റെസ്റ്റ് ടൈമും ഇദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ അയാൾ ക്രൂവൽ അല്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ട്രെയിനിങ് പീരീഡിൽ ഇയാൾ വളരെ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ പിന്നീട് ഈ ആനിമൽസിനോട് വളരെ എന്താണ് ഒരു സിമ്പതിയുള്ള ഒരാൾ തന്നെയാണ് ക്യാപ്റ്റൻ. അതുകൊണ്ടാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ റെസ്റ്റ് നൽകുന്നതും ഒക്കെ. ദെൻ സ്പെഷ്യൽ കൺസിഡറേഷൻ ഫോർ രാജ. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ആനിമൽസ് ഉണ്ടെങ്കിലും എന്താണ്, ഹി ഹാഡ് എ സ്പെഷ്യൽ കൺസിഡറേഷൻ ഫോർ രാജ. രാജയോട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, വിത്ത് രാജ ഹിസ് സർക്കസ് കമ്പനി ഗ്രൂ ബിഗ്ഗർ. അദ്ദേഹത്തിന് ആ ഒരു സർക്കസ് കമ്പനി വളരെ ബിഗ്ഗായിട്ട് വളരെ വലുതാവാൻ കാരണം ആരു കൂടിയാണ്, രാജ കൂടിയാണ്. അതുകൊണ്ടാണ് രാജയോട് ഇദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നത്, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നത്. ദെൻ ഓവർപവർഡ് ബൈ ഗ്രീഡ് ഫോർ മണി ബ്രിങ്സ് ഹിം ഡെത്ത്. പക്ഷേ എന്താണ്, ആ ഒരു ഗ്രീഡ് ഫോർ മണി, എന്താണ് പണത്തിനോടുള്ള അത്യാർത്തി അവസാനം എന്താണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ. അപ്പോൾ ആ ഒരു പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് ഇയാൾ അവസാനം അയാൾക്ക് ആ ഒരു മരണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇയാൾ അയാളുടെ ഫാമിലിയേക്കാൾ കൂടുതൽ ഇയാൾ സ്നേഹിച്ചിരുന്നത് മൃഗങ്ങളെയാണ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് ക്യാപ്റ്റൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്താണ്, ഹാർഡ് വർക്കിംഗ് ആണ്, എഫിഷ്യൻ്റ് ആണ്, സ്ട്രിക്റ്റ് ഡ്യൂറിങ് ട്രെയിനിങ് പീരിയഡ്, but he had a sympathy towards his animals. He had a special consideration for Raja and greed for money bring death to him. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ ഒരു ക്യാപ്റ്റനെ കുറിച്ച് മനസ്സിലാക്കുക. ദെൻ മറ്റൊരു മേജർ ക്യാരക്ടറാണ് ദ മാസ്റ്റർ എന്ന് പറയുമ്പോൾ യോഗി. അദ്ദേഹത്തിൻ്റെ നോക്കുക, ഏർലി ലൈഫ്, എഡ്യൂക്കേഷൻ, ജോബ് ആൻഡ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് എല്ലാവരെ പോലെ തന്നെയായിരുന്നു. ഹി ഹാഡ് എ ഫാമിലി, ഹി ഗോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഹി ഹാഡ് എ ജോബ്. ഇതൊക്കെയുള്ള സാധാരണ ഒരാൾ തന്നെയായിരുന്നു ആര്, ഈ ഒരു യോഗി അല്ലെങ്കിൽ മാസ്റ്റർ. ബട്ട് ഹി ലീവ്സ് എവറിത്തിങ് വൺ ഡേ ലൈക്ക് ബുദ്ധ. പക്ഷേ ഒരു ദിവസം ബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയതുപോലെ ഇദ്ദേഹവും എന്താണ് എല്ലാം ഉപേക്ഷിച്ച്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും നാടിനെയും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോവാണ്. ബിക്കോസ് ഓഫ് ഹിസ് ഇന്നർ കമ്പൽഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധ എന്താ ചെയ്തത്, അദ്ദേഹം ഫാമിലിയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങാണ്. അതായത് ആ ഒരു ഇന്നർ കമ്പൽഷൻസ് ആണ്, ഉൾവിളി ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പോൾ ആ ഒരു ഇന്നർ കമ്പൽഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇയാൾ ഇതൊക്കെ ലീവ് ചെയ്ത് പോരുന്നത്. ദെൻ അറ്റൈൻ സ്പിരിച്വൽ ലെവൽ ഓഫ് എ സന്യാസി. പിന്നീട് ഇദ്ദേഹം ഒരു സന്യാസിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സന്യാസിയാവുന്നത് എങ്ങനെയാണ്, ത്രൂ യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ഒക്കെയാണ് ഇദ്ദേഹം പിന്നീട് എന്തായി മാറുന്നത്, ഒരു സന്യാസിയായിട്ട് മാറുന്നത്. ആൻഡ് ഹി റെക്കഗ്നൈസസ് ദ കൈൻഡ് ഹാർട്ട് ഓഫ് രാജ, ട്രാൻസ്ഫോം ഹിം ആൻഡ് ട്രീറ്റ് ഹിം ഈക്വൽ ടു ഹിംസെൽഫ്. പിന്നീട് ഈ ഒരു രാജ എന്ന് പറയുന്ന ആ ഒരു ടൈഗറിൻ്റെ ആ ഒരു കൈൻഡ് ഹാർട്ട് അല്ലെങ്കിൽ ആ ഒരു രാജയിലുള്ള ക്വാളിറ്റീസ് ആര് തിരിച്ചറിയുന്നുണ്ട്, ഈ ഒരു യോഗി തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ദ യോഗി ട്രാൻസ്ഫോംസ് രാജ. എന്താണ്, രാജയെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ആരാണ്, യോഗിയാണ്. അതുപോലെ തന്നെ എന്താണ്, ദ യോഗി ട്രീറ്റ്സ് രാജ ഈക്വൽ ടു ഹിംസെൽഫ്. ഇദ്ദേഹം രാജയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന് തുല്യനായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഹിസ് വേർഡ്സ് ഓൾവേസ് ഫുൾ ഓഫ് വിസ്ഡം. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്താണ്, എപ്പോഴും ഒരു വിസ്ഡം ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വാക്കുകൾ നോക്കാം. സെപ്പറേഷൻ ഇസ് ദ ലോ ഓഫ് ലൈഫ്, റൈറ്റ് ഫ്രം ദ മദേഴ്സ് വൂം വൺ ഹാസ് ടു ആക്സെപ്റ്റ് ഇറ്റ്. അതായത് എന്താണ്, ജീവിതത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ മദേഴ്സ് വൂംബ്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞ് ജീവിതം തുടങ്ങുന്നത് തന്നെ സെപ്പറേഷനിലൂടെയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ള ആ ഒരു സെപ്പറേഷനിലൂടെയാണ് എന്താണ് ഒരാളുടെ
ജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ലോ, അത് യൂണിവേഴ്സൽ ലോ ആണ്, അത് ജീവിതത്തിൻ്റെ ലോ ആണ്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരുപാട് വിസ്റ്റം ഉള്ള, ഫുൾ ഓഫ് വിസ്റ്റം ആയിട്ടുള്ള വേർഡ്സ് ആണ് ആര് പറയുന്നത്? ഈ ഒരു മാസ്റ്റർ പറയുന്നത്. അപ്പോൾ ഇത്രയും 3 ആളുകളാണ് ഈ ഒരു സ്റ്റോറിയിലെ മേജർ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ആരൊക്കെയാണ്? രാജ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ, പിന്നെ എന്താണ്? മാസ്റ്റർ. ഈ 3 ക്യാരക്ടേഴ്സ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്, മേജർ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ക്യാരക്ടറൈസേഷൻ മനസ്സിലാക്കി വെക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈനർ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിലെ ചെറിയ റോൾസിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ മൈനർ ക്യാരക്ടേഴ്സിൽ തന്നെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് റിതയും മദനും. അപ്പോൾ റിത ആരാണ്? ഷി വാസ് ദ വൈഫ് ഓഫ് ദ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ്റെ വൈഫാണ് റിത. ആൻഡ് ഷി വാസ് ദ ഹെഡ് ഓഫ് ദ ട്രപ്പീസ് ട്രൂപ്പ് ഇൻ ദ സർക്കസ്. സർക്കസിലെ ട്രപ്പീസ് ട്രൂപ്പിൻ്റെ ഹെഡ് കൂടിയാണ് ക്യാപ്റ്റൻ്റെ വൈഫായിട്ടുള്ള റിത. ദെൻ വെരി സ്കിൽഫുൾ ഇൻ ഡൂയിങ് ട്രപ്പീസ്. ട്രപ്പീസിൽ വളരെ സ്കിൽഫുള്ളായിട്ട് ഈ ഒരു ട്രപ്പീസ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? റിതയ്ക്ക് സാധിക്കുന്നുണ്ട്. ബട്ട് ഷി വാസ് എ നാഗിങ് വൈഫ്. പക്ഷേ വീട്ടിൽ ഇവളെന്താണ്? അത്ര സ്കിൽഫുൾ അല്ല, ഒരു നാഗിങ് വൈഫാണ് റിത എന്ന് എപ്പോഴും ക്യാപ്റ്റൻ എന്ത് ചെയ്യാറുണ്ട്? അവളെ ടീസ് ചെയ്യാറുണ്ട്. ദെൻ ഷി ടീസസ് ഹെർ ഹസ്ബൻഡ് ഫോർ ട്രീറ്റിംഗ് ആനിമൽസ് ബെറ്റർ ദാൻ ഹിസ് ഫാമിലി. ഇപ്പോൾ റിതയും തിരിച്ചെന്താണ്? ഈ ഒരു ഹസ്ബൻഡിനെ ടീസ് ചെയ്യാറുണ്ട്, കളിയാക്കാറുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ട്? ഹെർ ഹസ്ബൻഡ് ട്രീറ്റ്സ് ആനിമൽസ് ബെറ്റർ ദാൻ ഹിസ് ഫാമിലി. ഇയാൾ ക്യാപ്റ്റൻ ഈ ഒരു അയാളുടെ ഫാമിലിയെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ആനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിത ഇയാളെ കളിയാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ക്യാപ്റ്റൻ അയാളുടെ ഫാമിലിയേക്കാൾ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുത്തിരുന്നു? ഈ ഒരു ആനിമൽസിനും സർക്കസ് ട്രൂപ്പിനും കൊടുത്തിരുന്നു. അപ്പോൾ റിത എന്തായിരുന്നില്ല? ഈ ഒരു ഫാമിലി ലൈഫിൽ അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഷി വാസ് എ ഡിവോട്ടഡ് വൈഫ്. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റനിൽ നിന്നും എന്താണ്? അത്രമാത്രം സ്നേഹം ലഭിച്ചിരുന്നില്ലെങ്കിലും റിത എന്തായിരുന്നു? ഷി വാസ് എ ഡിവോട്ടഡ് വൈഫ്. വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ഭാര്യയാണ്. കാരണം ഷീ കൺസേൺസ് അബൌട്ട് ഹെർ ഹസ്ബൻഡ്സ് സേഫ്റ്റി വൈൽ ട്രെയിനിങ് ആനിമൽസ്. ഈ ഒരു ആനിമൽസിനെ, പ്രത്യേകിച്ച് ടൈഗറിന്, രാജയെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് റിതയ്ക്ക് എന്താണ്? ഇയാളുടെ സേഫ്റ്റിയെക്കുറിച്ച് ഒരുപാട് കൺസേൺസ്, ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഷി വാസ് എ ഡിവോട്ടഡ് വൈഫ്. അവൾ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള, ഹസ്ബൻഡിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വൈഫാണ്. പിന്നീട് ഇവൾക്ക് സംഭവിക്കുന്നത് എന്താണ്? ഷീ കമ്മിറ്റ്സ് സൂയിസൈഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെർ ഹസ്ബൻഡ്. അപ്പോൾ ആ രാജ ഈ ഒരു ക്യാപ്റ്റനെ കൊന്നതിന് ശേഷം റിത എന്താണ് ചെയ്യുന്നത്? ഷീ കമ്മിറ്റ്സ് സൂയിസൈഡ്. അവൾ സൂയിസൈഡ് ചെയ്യാണ്. കാരണം ഭർത്താവില്ലാത്തൊരു ലോകത്ത് ജീവിക്കാൻ ആർക്ക് സാധിക്കില്ല? റിതയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് റിതയുടെ ക്യാരക്ടർ. അതായത് അവൾ ക്യാപ്റ്റൻ്റെ വൈഫാണ്, ഹെഡ് ഓഫ് ദ ട്രപ്പീസ് ടീം, and she was very skillful in doing trapeze, but at home she was a nagging wife. Then she teases her husband for treating animals better than his family. Then she was a devoted wife because she had concerns about her husband's safety while training animals. Then she commits suicide after the captain's death. Then the next character, minor character is Madan. Who was Madan? He was the film producer. And his character, he was very greedy. അത്യാഗ്രഹമുള്ള ഒരു ക്യാരക്ടറാണ്. ഗ്രീഡി ഫോർ മണി. പണത്തിനോടുള്ള അത്യാർത്തിയുള്ള ഒരാളാണ് മദൻ. He was impressed by Raja, decides to make a film about Raja. അപ്പോൾ രാജയെ സർക്കസിൽ വന്ന് കണ്ടതുകൊണ്ട് ഇയാൾ എന്താണ്? He was impressed by Raja. രാജയുടെ ആ ഒരു പെർഫോമൻസിൽ ഇയാൾ ഇംപ്രസ്ഡ് ആവുകയും ഇയാൾ എന്താണ് തീരുമാനിക്കുന്നത്? ടു മേക്ക് എ ഫിലിം അബൌട്ട് രാജയെക്കുറിച്ച് ഒരു ഫിലിം ചെയ്യാൻ ഇയാൾ തീരുമാനിക്കുകയാണ്. ദെൻ ഹി ബ്രോട്ട് അവർ ക്യാപ്റ്റൻ വിത്ത് മണി. അപ്പോൾ ഈ ക്യാപ്റ്റൻ ആദ്യമൊന്നും രാജയെ ലെൻഡ് ചെയ്യാൻ എന്താണ് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ഇയാൾ എന്താണ് പണം കൊടുത്തിട്ട്, അതാണ് പറയുന്നത് ബ്രോട്ട് ഓവർ ക്യാപ്റ്റൻ വിത്ത് മണി എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനെ പണം കൊടുത്ത് എന്താണ് ചാക്കിലാക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഡസ് നോട്ട് ബോദർ അബൌട്ട് ദ ഡിഗ്നിറ്റി ഓഫ് ദ ടൈഗർ. അപ്പോൾ ആ ഒരു ടൈഗറിനെ കിട്ടിയതിന് ശേഷം ഇയാൾ എന്താണ്?
ഹി ഡസ് നോട്ട് ബോദർ അബൌട്ട് ദ ഡിഗ്നിറ്റി ഓഫ് ദ ടൈഗർ. ആ ഒരു ടൈഗറിനും ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കുന്നില്ല. അയാൾ ആ ഒരു ടൈഗറിനെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അയാൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നാണ് എന്ത്, ഹി ആസ്ക്സ് ദ ക്യാപ്റ്റൻ ടു യൂസ് ദ ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ്. അപ്പോൾ ആ ഒരു ക്യാപ്റ്റനെ കൊണ്ട് ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ് യൂസ് ചെയ്യിപ്പിക്കുന്നത് എന്താണ്, അയാളുടെ ഗ്രീഡിനെസ് കൊണ്ടാണ്. അതുപോലെ തന്നെ അയാൾ ആ ഒരു ടൈഗറിൻ്റെ ഡിഗ്നിറ്റിയെ ഒട്ടും ബോധർ ചെയ്യുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് അയാൾ ഈ ക്യാപ്റ്റനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നത്, ആ ഒരു ഇലക്ട്രിക് മെറ്റൽ ഗാഡ്ജറ്റ് യൂസ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് സോ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്യാപ്റ്റൻസ് ഡെത്ത്. അതിലൂടെ ഇയാൾ എന്താണ്, ഈ ഒരു ക്യാപ്റ്റൻ്റെ ഡെത്തിന് ആരാണ് ഉത്തരവാദിയാവുന്നത്, ഇയാളാണ്, മദനാണ് ഉത്തരവാദിയാവുന്നത്. അപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്താണ്, ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അതിൽ ആ ഒരു സ്റ്റോറി നന്നായിട്ട് മനസ്സിലാക്കുക. അതിൽ 4 സ്റ്റേജസ് ആണുള്ളത്. അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. RK നാരായണനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ ക്യാരക്ടറൈസേഷൻ, അതുപോലെ തന്നെ ഹിസ് നറേറ്റീവ് ടെക്നിക്സ്, ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.